നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ തുറന്നുള്ള നിമിഷങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അവതരിച്ച വചനമാകുന്ന അങ്ങയെക്കുറിച്ച് തന്നെ കൂടുതൽ ആഴത്തിൽ അറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് വെളിപ്പെടുത്തിയാലല്ലാതെ ഞങ്ങൾക്ക് അങ്ങയെ അറിയാനാവില്ല. ദൈവിക രഹസ്യങ്ങളുടെ കവാടങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അവിടുന്ന് തുറന്നിരിക്കുന്നു. അവിടുന്ന് അങ്ങയെ തന്നെ വെളിപ്പെടുത്താൻ തീരുമാനമായി. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ തിരുമനസ്സായി. അങ്ങയുടെ തിരുഹൃദയം ആണ് ഞങ്ങളോട് സംസാരിച്ചത്. അങ്ങയുടെ ഹൃദയത്തിൽ നിന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. കർത്താവെ, അങ്ങയിൽ നിന്ന് കൂടുതൽ അറിയാനും അങ്ങയെ കൂടുതൽ അറിയാനും ഞങ്ങളെ സഹായിക്കണമേ. അനുദിനം ഞങ്ങൾക്ക് ജീവൻ്റെ വചനമാകുന്ന വിശുദ്ധ ഗ്രന്ഥം അത് ഞങ്ങളെ എന്തുമാത്രം സ്വാധീനിക്കുന്നുവെന്ന് ഞങ്ങൾ തന്നെ തിരിച്ചറിയാനും ഞങ്ങൾ എന്തുമാത്രം സ്വാധീനിക്കപ്പെടേണ്ടതാണെന്നറിയാനും ഞങ്ങളെ സഹായിക്കണമേ. അവതരിച്ച വചനമാണ് അങ്ങ്. വചനത്തിലൂടെയാണ് അങ്ങയെ ഞങ്ങൾ തിരിച്ചറിയുന്നത്. അങ്ങ് ദൈവമാകുന്ന അങ്ങയെ തന്നെ മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾക്ക് കേൾക്കാനും ഞങ്ങൾക്ക് ഗ്രഹിക്കാനും കഴിയുന്നത് പോലെ വെളിപ്പെടുത്തിയ വലിയ അത്ഭുതത്തെ ആദരവോടും ഭയത്തോടും കൂടെ സമീപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിന് നാളിതുവരെ നൂറ്റാണ്ടുകളിലൂടെ പ്രകാശം നൽകിക്കൊണ്ടിരുന്ന, ലോകത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന, അനേകം വിശുദ്ധർക്ക് ജന്മം നൽകിയ, രക്തസാക്ഷികളെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധ സഭയുടെ ജീവനാഡിയായ ദൈവവചനത്തെക്കുറിച്ച് ആഴത്തിലറിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബുദ്ധി കൊണ്ടറിയുകയല്ല, ഞങ്ങളുടെ ആത്മാവിൽ അവ സ്വീകരിക്കാനും ഞങ്ങളുടെ ജീവിതത്തിന് പരിവർത്തനം വരാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അവിടുന്ന് ദൈവവചനത്താൽ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധ മാതാവേ അമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളൊത്തിരി കാലമായി കാത്തിരുന്ന, പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കൽ കൗൺസിൽ പഠന പരമ്പരയുടെ ഭാഗമായിരുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഞാൻ ഒത്തിരി താല്പര്യത്തോടു കൂടെ ആഗ്രഹത്തോടു കൂടെ നിങ്ങളോടൊത്ത് ഈ ദൈവവചനത്തെക്കുറിച്ചുള്ള പ്രബോധന രേഖ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം. ദൈവവർബം എന്ന രണ്ടാമത്തെ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ അത് ദൈവവചനത്തെക്കുറിച്ചുള്ള ഡിഗ്രിയാണ്. ദൈവവചനത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്റ് ആണ്. അവതാരം ചെയ്ത വചനം ലോകം മുഴുവനും വായിക്കുന്ന, നാളിതുവരെ കോടാനുകോടി ആളുകൾ വായിച്ചിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെക്കുറിച്ച്, സേക്രഡ് സ്ക്രിപ്ചർ, അതിനെക്കുറിച്ചുള്ള പഠനമാണ് ശരിക്കും ഇത്. യഥാർത്ഥത്തിൽ ലോകം മുഴുവനും ഏറ്റവും അധികം വായിക്കപ്പെട്ടുള്ള ഗ്രന്ഥമാണ് ബൈബിൾ എന്നൊക്കെ നമുക്കറിയാം. ഏറ്റവും അധികം ഭാഷകളിൽ പരിവർത്തനം ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെയും ഒക്കെ ഉപരി പുസ്തകം എന്ന് തന്നെ വിളിക്കപ്പെടുന്ന ഒരു പുസ്തകം, അത് ദ ബുക്ക് എന്നൊക്കെ പറയാവുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥം, ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദ ബുക്ക് എന്നാണ്. എഴുതപ്പെട്ട വചനമാകുന്ന ആ പുസ്തകത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് യഥാർത്ഥത്തിൽ നമുക്കിത്. അതുകൊണ്ട് തന്നെ ലോക ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥത്തെ പരിചയപ്പെടുക എന്ന് പറയുന്ന വളരെ ലളിതമായ ഒരു തലം മുതൽ ആ ഗ്രന്ഥം വെളിവാക്കുന്ന അത്യുന്നതമായ സ്വർഗീയ രഹസ്യങ്ങളെക്കുറിച്ച് അറിയുക എന്ന് പറയുന്ന മേഖല വരെ പടർന്നു കിടക്കുന്നതാണ് ദൈവവർബിനെ കുറിച്ചുള്ള നമ്മുടെ പഠന പരമ്പര, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനം. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ വലിയൊരു വെല്ലുവിളിയും കൂടിയാണ്. പറയുന്ന നമുക്കൊക്കെ അതൊരു വെല്ലുവിളിയും കൂടിയാണ്. ഞാൻ ഈ ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് പല സ്ഥലത്തും ചെറിയ ചെറിയ ക്ലാസ്സുകൾ എടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എപ്പോഴും നേരിട്ടിരുന്ന ഒരു പ്രശ്നം ഇത് ഏത് ക്രമത്തിൽ പറയും എന്നുള്ളതാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ഏതൊക്കെ തരത്തിൽ നമുക്ക് പറയാൻ പറ്റും? വേണമെങ്കിൽ നമുക്കതിന്റെ ചരിത്രപരതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ബൈബിൾ എഴുതപ്പെട്ട കാലഘട്ടം, വിവിധ പ്രദേശങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ ഗ്രന്ഥകർത്താക്കളാൽ രചിക്കപ്പെട്ട അതിന്റെ ഭാഷാപരമായ പ്രത്യേകതകൾ, രചനാ സങ്കേതങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് പറയാം വേണമെങ്കിൽ അതിന്റെ ദൈവശാസ്ത്ര വശം മാത്രം, ബിബ്ലിക്കൽ തിയോളജി, അത് മാത്രം ആ വിധത്തിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇനി വെറുതെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ പുസ്തകങ്ങളെ എടുത്ത് സംസാരിക്കാം. ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി സാധ്യതകൾ നിലനിൽക്കെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ചോദ്യമാണ്. നമ്മൾ ശ്രമിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ ഏത് ക്രമത്തിലാണോ ഈ ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നത്, വലിയ പരിധിവരെ അതിനെ അവലംബിച്ചും അതോടൊപ്പം തന്നെ അവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വിശ്വാസ പരിശീലന ഗ്രന്ഥം, അതിന്റെ ഒരു ക്രമവും ഫോളോ ചെയ്ത് അതോടൊപ്പം അതിനകത്ത് ഇടയ്ക്ക് സ്ഥലങ്ങളിലൊക്കെ പറയേണ്ട ചില വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെയൊക്കെ വിശദീകരിച്ചുകൊണ്ടൊക്കെ അങ്ങ് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഒരു വിഷയം ഒരു ഭാഗത്ത് മാത്രം പറയൽ അത്ര പോസിബിൾ അല്ല. അത് പലതവണ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയേണ്ടി വരും ചിലപ്പം. ഉദാഹരണത്തിന് ബൈബിൾ മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യം എന്ന് വിചാരിച്ചു. അത് നമുക്ക് ഒരു വിഷയമായിട്ട് എടുത്ത് പറയാൻ പറ്റും. പക്ഷെ പല സ്ഥലത്തും പല കാര്യങ്ങളും പറയുമ്പോഴും നമുക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് അതുകൊണ്ടാണ് ബൈബിൾ കൊണ്ട് മാത്രം മതിയാവില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് എന്ന് കൂട്ടിച്ചേർക്കേണ്ടി വരാം. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ, ഈ പഠന പരമ്പരയെ ഒരു പ്രത്യേക ക്രമത്തിൽ പോകുന്നു എന്നതിനേക്കാൾ അതിനെ ഒരു സമഗ്രതയിൽ കാണുന്നതായിരിക്കും ഉചിതം. എന്ന് പറഞ്ഞാൽ അത് മുഴുവനും കൂടിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബോധ്യം, ആദ്യാവസാനം നമ്മളത് കൂടിക്കഴിയുമ്പം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച്, വചനത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവ്, വചനത്തെ ഏത് വിധത്തിൽ സമീപിക്കണം, എങ്ങനെ വചനം വായിക്കണം, വചനം യഥാർത്ഥത്തിൽ എന്താണ്, ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. വചനം യഥാർത്ഥത്തിൽ എന്താണ്? ഇത് പലരും പല വിധത്തിൽ ആൻസർ ചെയ്യുന്ന ചോദ്യമാണ്. ചിലരെ സംബന്ധിച്ച് വചനം എന്ന് പറയുന്നത് എഴുതപ്പെട്ടൊരു ബൈബിളാണ്, ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ വചനമുണ്ട് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് വചനം കർത്താവ് സംസാരിച്ചു പോയ കുറെ കാര്യങ്ങളാണ് ചിലതൊക്കെ എഴുതി വെച്ചിരിക്കും, അങ്ങനെയാണ് കരുതുന്ന ആളുകളുണ്ട്. ഇനി യഥാർത്ഥത്തിൽ എന്താണ് വചനം എന്ന് തൊട്ട് നമ്മൾ അറിയണം. അതുകൊണ്ട് ഇതൊരു വലിയ വിപുലമായ മേഖലയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ദൈവം അതിന്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ കവാടം തുറക്കുന്നത് ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. ദൈവവചനത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ടെക്സ്റ്റ് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. അതിനെക്കുറിച്ച് ജോസഫ് റാറ്റ്സിംഗർ പാപ്പ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പിന്നീട് ദൈവോർബിനെ കുറിച്ചുള്ള തന്റെ സ്മരണകൾ എന്ന് പറയുന്ന ഒരു ലെക്ചറിനകത്ത് അത് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ആമുഖം, അതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ക്രമീകരിക്കുന്ന കാര്യത്തിൽ പങ്കാളിയായിരുന്ന എനിക്ക് എന്ന് പറഞ്ഞാണ് ആ പ്രഭാഷണം തുടങ്ങുന്നത്. അതിൽ പങ്കാളിയായിരുന്നു എന്നതിനേക്കാൾ അതിന്റെ ഒരു വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തി, ഞാനൊരു യങ് തിയോളജിയനായിരുന്നപ്പോൾ, റാറ്റ്സിംഗർ പാപ്പായ്ക്ക് അന്ന് ഏതാണ്ട് 10-35 വയസ്സെങ്ങനെ കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് 33-35 വയസ്സിനിടയ്ക്കാണ്. ആ സമയത്താണ് അദ്ദേഹം ഈ വത്തിക്കാൻ കൗൺസിലിന്റെ അഡ്വൈസറായിട്ട് അവിടെ ചെല്ലുന്നതും ഈ കൗൺസിലിന്റെ പ്രമാണരേഖകളുടെ ഒക്കെ ആദ്യ ഡ്രാഫ്റ്റുകളൊക്കെ ശരിയാക്കാൻ, ക്രമീകരിക്കാനൊക്കെ, ചർച്ചയ്ക്ക് കൊടുക്കേണ്ട ഡ്രാഫ്റ്റുകൾ ക്രമീകരിക്കാനും പിന്നീട് അതിനെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ചെയ്യുന്ന വളരെ അടിസ്ഥാനപരമായ ഗൗരവമുള്ള ശക്തമായ തിയോളജിക്കൽ ഡെപ്ത് ആവശ്യമുള്ള വർക്കുകളിലേക്കൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ റാറ്റ്സിംഗർ പാപ്പ പിന്നീട് ദൈവോർബിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ പഠന നാളുകളിൽ പരാമർശ വിഷയമാക്കും. റാറ്റ്സിംഗർ പാപ്പ സംസാരിച്ചിട്ടുള്ള പല ചില അഭിപ്രായ പ്രകടനങ്ങൾ, റാറ്റ്സിംഗർ പാപ്പ ദൈവോർബിനെ കുറിച്ചുള്ള ചില കമന്ററികൾ, അതൊക്കെ നമ്മൾ പഠന വിഷയമാക്കും. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 2 പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങാം. ഒന്നാമത്തേത് റാറ്റ്സിംഗർ പാപ്പയുടെ തന്നെയാണ്. അനേകം പുസ്തകങ്ങളുണ്ട് ഈ മേഖലയിലുള്ളത്. അതിലൊരെണ്ണമാണ് പറഞ്ഞ ഗോഡ്സ് വേർഡ് സ്ക്രിപ്ചർ ട്രഡീഷൻ ഓഫീസ്, അതിന്റെ സബ് ടൈറ്റിൽ സ്ക്രിപ്ചർ ട്രഡീഷൻ ഓഫീസ് ഗോഡ്സ് വേർഡ്. നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു പുസ്തകം, വളരെ ചെറിയൊരു പുസ്തകമാണ്, പക്ഷേ കുറച്ച് സമയമെടുത്ത് വായിച്ചാലാണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുക. മറ്റൊരു പുസ്തകം കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ മതി അതിനെക്കുറിച്ച്, എന്നാൽ പോലും ഇതാണ്. ഇത് ജോയൽ പീറ്റേഴ്സ് എന്ന ഒരു ഓഥറിൻ്റെതാണ്. ബൈബിൾ മാത്രം മതിയോ എന്നൊരു ചോദ്യമാണ്. ഇത് ശരിക്കും സോഫിയ ബുക്സ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വളരെ നല്ലൊരു പുസ്തകമാണ്. അതിന് ഇംഗ്ലീഷ് കിട്ടുന്നവർക്ക് അത് വായിക്കാം. മലയാളം കിട്ടുമെങ്കിൽ ഇത് വളരെ പോപ്പുലർ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് വായിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അനേകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു പരിധി വരെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം സജസ്റ്റ് ചെയ്തത്. വേറെ ധാരാളം ദൈവശാസ്ത്ര, സ്ക്രിപ്ചറൽ, എക്സജറ്റിക്കൽ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കെ ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു സാധാരണ ബൈബിളിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്ക് സഹായകരമാകും എന്നുള്ളത് കൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നു തുടങ്ങിയത് റാറ്റ്സിംഗർ പാപ്പ പറഞ്ഞ ഒരു ലെക്ചറിൽ സംസാരിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടാണ്. ഈ അതിപരിശുദ്ധ സൂനദോസ ദൈവത്തിന്റെ വചനം ഭക്തിപൂർവം ശ്രവിച്ചുകൊണ്ടും വിശ്വസ്തതാപൂർവം പ്രഘോഷിച്ചുകൊണ്ടും വിശുദ്ധ യോഹന്നാൻ പറയുന്ന ഒരു വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത്. അത് ഭയങ്കര ഉചിതമായി എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് റാറ്റ്സിംഗർ പാപ്പ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ലെക്ചറിൽ. ദൈവോർബിനെ കുറിച്ചുള്ള റികളക്ഷൻ എന്ന് പറയുന്ന ലെക്ചറിനകത്താണ്.
എനിവേ, ആ ടെക്സ്റ്റ് വായിച്ചുകൊണ്ടാണ് നമുക്ക് തുടങ്ങാവുന്നത്. അത് വിശുദ്ധ യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം ആരംഭ വാചകങ്ങളാണ്. കിട്ടുന്ന ആർക്ക് വേണമെങ്കിൽ ഇത് വായിക്കാം. ദൈവോർബുവിന്റെ ഇൻട്രൊഡക്ഷൻ ആണത്. തിരുസഭ വത്തിക്കാൻ കൗൺസിൽ ദൈവോർബുവിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാൻ ചൂസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മളത് വായിക്കുക തന്നെ വേണം. വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അതൊരു ഭയങ്കരമായ ഒരു പ്രസ്താവനയാണ്. നമ്മളൊരു പക്ഷെ വിശുദ്ധഗ്രന്ഥം പഠിക്കാൻ ശ്രമിക്കുന്ന ആരും അവരുടെ മേശപ്പുറത്തോ ഓഫീസിലോ മുറിയിലോ ഒക്കെ എഴുതി വെക്കാവുന്ന ഒരു വചനഭാഗമാണത്. അതിങ്ങനെയാണ്: ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അങ്ങനെയാണ് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുന്നത്. എന്തുമാത്രം റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദൈവവചനത്തിന്റെ ലിഖിത രൂപത്തെക്കുറിച്ച് പറയുന്നതെന്ന് ഓർക്കണം. വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടതിനെ കുറിച്ച് പറയുന്ന എന്തുമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണെന്ന് ഓർക്കുക. ഇങ്ങനെ ആരംഭിക്കുന്നത് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും. നോക്കുക, അത് യോഹന്നാന്റെ തന്നെ സുവിശേഷത്തിന്റെ ആരംഭമാണത്. നമുക്കറിയാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം ആരംഭിക്കുന്നു അതേ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ആദ്യം മുതൽ ഉണ്ടായിരുന്നത്. അതായത് ദൈവവചനത്തിന്റെ ഉൽപ്പത്തിയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ദൈവവചനത്തിന്റെ ഉൽപ്പത്തിയിലേക്ക്. ദൈവവചനം എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു BC കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തെ സംബന്ധിച്ചാണ് AD ആദ്യ നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തപ്പെട്ടു എന്നല്ല പറയേണ്ടത്. പകരം വചനം ആദ്യം മുതൽ ഉണ്ടായിരുന്നത് എന്നാണ്. അത് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? ആ ഒരു വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തെക്കുറിച്ചല്ല, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് എന്നതാണത്. അല്ലെ? എഴുതപ്പെട്ട ഗ്രന്ഥത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ അത് പറഞ്ഞു തുടങ്ങേണ്ടത് എങ്ങനെയായിരുന്നു? പറഞ്ഞു തുടങ്ങേണ്ടത് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ മുതലുള്ള വചനത്തെക്കുറിച്ച് അങ്ങനെ പറയേണ്ടതാണ്. അല്ലെ? ഏത് കാലഘട്ടത്തിൽ ആരംഭിച്ചാലും, ഉദാഹരണത്തിന് ഒരു BC ഒരു 300 3000 ഒക്കെ, 1500 ഒക്കെ ഉള്ളൂ, ഇങ്ങനെ എത്ര ചെറിയ ഫ്രാഗ്മെന്റിലേക്ക് പോയാൽ പോലും ഒരു 1500 ഒക്കെ കണക്കാക്കാം. ഇന്നത്തേക്ക് ഇന്ന് പുറകോട്ട് കണക്കാക്കിയാലും 3500 വർഷമൊക്കെയാണ് പറയാവുന്നത്. അത്രയും വർഷങ്ങൾക്ക് മുൻപ് എഴുതി തുടങ്ങിയ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വചനത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലെ? അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനത്തെക്കുറിച്ച് പറയുകയാണ്, ആദ്യം മുതൽ ഉണ്ടായിരുന്ന വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ആദ്യം മുതൽ ഉണ്ടായിരുന്ന വചനത്തെക്കുറിച്ചാണ്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾ അവർ സംസാരിക്കുന്നത് ആദ്യം മുതലുണ്ടായിരുന്ന വചനത്തെക്കുറിച്ച് എന്നതിനേക്കാൾ രേഖപ്പെടുത്തപ്പെട്ട വചനത്തെക്കുറിച്ച് മാത്രമാണ്. അതുകൊണ്ടാണ് അവർ സോളാ സ്ക്രിപ്റ്റുര എന്ന് പറയുന്നത്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പിന്നീട് സംസാരിക്കും. നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം മുതലുണ്ടായിരുന്ന വചനം എന്ന് പറയുമ്പം എഴുതപ്പെട്ട ഗ്രന്ഥത്തിന്റെയും അപ്പുറത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നത് ഓർക്കുക. ആദ്യം മുതലുണ്ടായിരുന്ന വചനം അതേതായിരിക്കും? ആ വചനം യാതൊരു സംശയവുമില്ല, അത് ക്രിസ്തു എന്ന ദൈവിക വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം മുതൽ ഉണ്ടായിരുന്ന വചനം എന്ന് സൂചിപ്പിക്കുന്നത് ഈശോയെക്കുറിച്ചാണ്, മനുഷ്യാവതാരം ചെയ്ത ഈശോയെക്കുറിച്ചാണ്. ത്രിത്വത്തിന്റെ ഭാഗമായിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ 2-ാമത്തെ ദൈവിക വ്യക്തിയായ മിശിഹായെക്കുറിച്ചുള്ള പരാമർശമാണത്. അതിങ്ങനെയാണ്: ആദ്യം മുതൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എന്താണ്? ഞങ്ങൾ കേട്ടതും. രണ്ടാമത്തെ കാര്യം എന്താണ്? ഞങ്ങൾ കേട്ടതാണ് ഈ വചനം. അതായത് മിശിഹ തന്നെയാകുന്ന ആ വചനം, ആദ്യം മുതലുണ്ടായിരുന്ന വചനം, അത് വചനമായി തന്നെ ഞങ്ങൾ കേട്ടതാണ്. ആരെങ്കിലും പറഞ്ഞു കേട്ട വചനത്തെക്കുറിച്ചല്ല വിശുദ്ധ ഗ്രന്ഥകാരന്മാർ എഴുതുന്നത്, അവർ കേട്ടതിനെ കുറിച്ചാണ്. അതായത് അത് ഫസ്റ്റ് ഹാൻഡ് റെഫറൻസ് എന്നാണ്, സാക്ഷ്യപ്പെടുത്തലാണത്. ഫസ്റ്റ് ഹാൻഡ് റെഫറൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കേട്ടതും. അടുത്തതെന്താണ്? സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും. നോക്കുക, ഞങ്ങൾ കണ്ട വചനത്തെക്കുറിച്ച് എഴുതുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഞങ്ങൾ കണ്ട വചനത്തെക്കുറിച്ച്. വചനത്തെ എങ്ങനെയാ കാണാൻ പറ്റുന്നത്? വചനം കേൾക്കുന്നതല്ലേ. കാണുന്ന വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സംസാരിക്കുന്നത് ഈ അനാദി മുതലുണ്ടായിരുന്ന വചനം മനുഷ്യാവതാരം ചെയ്തതിനെ കുറിച്ചാണ്. അനാദി മുതലുണ്ടായിരുന്ന വചനം മനുഷ്യാവതാരം ചെയ്തപ്പോഴാണ് മനുഷ്യന്റെ കണ്ണുകൾക്ക് ദൃശ്യമായത്. പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയ ദൈവം ഈ
മുൾപ്പടർപ്പിലൊക്കെ വെളിപ്പെടുത്തിയ മോശയ്ക്ക് വെളിപ്പെടുത്തിയ പഴയ നിയമത്തിലെ ദൈവം അത് കണ്ണിന്റെ ദൃഷ്ടിക്ക് വിധേയമായിരുന്നില്ല. ആ ദൈവം അവൻ അനുഭവിച്ചു, മോശയെ അനുഭവിച്ചു, മോശയ്ക്ക് സമീപസ്ഥനായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ദൈവത്തെ എന്ന് പഴയ നിയമത്തിന് പറയാൻ പറ്റില്ല. അത് പറയുന്നത് പുതിയ നിയമത്തിലാണ്. അത് ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരാണ് പറയുന്നത്, ഞങ്ങൾ കണ്ട വചനം. അപ്പൊ നോക്കിക്കേ, മിശിഹായെ ആണ് ഈ വചനം എന്ന് വിശുദ്ധ യോഹന്നാൻ വിളിക്കുന്നത്. അത് വിശുദ്ധ യോഹന്നാന്റെ ഒരു വിളി മാത്രമല്ല. ആദിമ സഭ വചനത്തെ തിരിച്ചറിയുന്നത് ഈശോയായിട്ടാണ്, അഥവാ മിശിഹായായിട്ടാണ്. മനുഷ്യാവതാരം ചെയ്ത മിശിഹായെയാണ് അവർ വചനം എന്ന് വിളിച്ചിരുന്നത്, അല്ലാതെ എഴുതപ്പെട്ട ബൈബിളിനെ അല്ല. നമ്മൾ അനുദിന ജീവിതത്തിൽ അറിയാതെ ഉപയോഗിച്ചു പോകുന്ന ചില വാക്കുകളുടെയൊക്കെ പരാധീനതയിലേക്കാണ് ഞാൻ ഈ വിരൽ ചൂണ്ടുന്നത്. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ മേശപ്പുറത്തിരിക്കുന്ന വചനപ്പെട്ടി, അത് നമ്മൾ വചനപ്പെട്ടി എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് അസ്വസ്ഥതയുണ്ട്. കാരണം എന്താണ്? വാചകങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണത്. അത് വചനമാകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. വചനമായിരിക്കുന്ന അതിന്റെ സമഗ്രതയിലാണ്. ഇനി ആ സമഗ്രത എഴുതപ്പെട്ടിട്ടുള്ളതൊക്കെ വചനമാകുന്ന എപ്പോഴാണ്? അത് മിശിഹായായിരിക്കുമ്പോഴോ, മിശിഹായിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴോ, മിശിഹായിൽ നിന്ന് തുടരുമ്പോഴോ ആണ്. അതായത് മിശിഹായ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ പഴയ നിയമവും, മിശിഹ തന്നെയായിരിക്കുന്ന സുവിശേഷവും, മിശിഹായുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങളും, സുവിശേഷത്തിന്റെ വ്യാഖ്യാനങ്ങളാകുന്ന ലേഖനങ്ങളും, അതിന്റെ മറ്റൊരു ഭാഷ്യമാകുന്ന വെളിപാടും ഒക്കെ കൂടി ചേരുന്നതാണല്ലോ വിശുദ്ധ ഗ്രന്ഥം. ഞാൻ ഈ വിഷയത്തെക്കുറിച്ചും പിന്നീട് വിശദീകരിക്കും. ചുമ്മാ വെറുതെ കേട്ടുപോയി. അതൊക്കെ ഒരു ആരംഭ ക്ലാസ്സുകളായതുകൊണ്ട് പല വിഷയങ്ങളെക്കുറിച്ച് ഞാൻ തൊട്ടുതൊട്ട് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ഈ അപ്പസ്തോലന്മാർ പറയുകയാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ട വചനം. ഇതൊരു വലിയ ഡിഫറൻസ് ആണ്. അതായത് നമ്മുടെ ലോകത്തിൽ പലതരം മതങ്ങളുണ്ട്. അവരുടെയൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്. അവർ വിശുദ്ധമെന്ന് വിളിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്, സേക്രഡ് ബുക്സ്. ആ ബുക്കുകളെ കുറിച്ചൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഹൈന്ദവ പശ്ചാത്തലത്തിലാണെങ്കിൽ ശ്രുതി എന്നും സ്മൃതി എന്നും രണ്ട് നോഷൻസ് ഉണ്ട്. ഹൈന്ദവ ധർമ്മത്തിന്റെ, ഹൈന്ദവ കാഴ്ചപ്പാടിന്റെ, ഇന്ത്യൻ തിയോളജി ഓർ ഫിലോസഫി, അതിന്റെയൊക്കെ ഒരു ഫണ്ടമെന്റൽ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ശ്രുതി, രണ്ടാമത്തേത് സ്മൃതി. എന്താണത്? ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടത് എന്നാണ് അർത്ഥം. അതായത് ഋഷിമാരൊക്കെ ശ്രവിച്ചത് വേദങ്ങളാണ്, വേദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ മനസ്സിൽ തെളിഞ്ഞത്, ദൈവം അവരുടെ ആത്മാവിലോട്ട് സംസാരിച്ചത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സ്മൃതി എന്താണ്? അത് ഉപനിഷത്തുകളും അതിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെയാണ്. കേട്ടവയെക്കുറിച്ച് ഓർത്തതാണ് സ്മൃതി, കേട്ടവയെക്കുറിച്ച് ഓർത്തതാണ്. ഇനി മുസ്ലിം സഹോദരന്മാര് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തെ, അവർ വിശുദ്ധമെന്ന് വിളിക്കുന്ന ഗ്രന്ഥത്തെ അവർ കാണുന്നത് എങ്ങനെയാണ്? അവർ കാണുന്നത്, അവർ സങ്കല്പിക്കുന്ന ദൈവം അവരുടെ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തത് എന്നാണ് അവർ കരുതുന്നത്. എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ അത് എഴുതി, അല്ലെങ്കിൽ അത് സ്വീകരിച്ചു. അതിന്റെ ഒറിജിനൽ കോപ്പി സ്വർഗത്തിലാണുള്ളത്, അതിന്റെ ഒരു കോപ്പി മാത്രം ഭൂമിയിലേക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ അത് വായിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനും പോകണ്ട, അതിനെക്കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാനൊന്നും പോകണ്ട. കാരണം അത് ദൈവം എഴുതിയിട്ട് ദൈവം ഇങ്ങോട്ട് തന്നതാണ്, അല്ലെങ്കിൽ ദൈവം ഇങ്ങോട്ട് പറഞ്ഞ് ഞങ്ങളും കേട്ടതാണ്. അങ്ങനെയാണ് അതിനെക്കുറിച്ച്. അങ്ങനെ ലോകത്തിലെല്ലാ മതങ്ങളെ സംബന്ധിച്ചും ഈ ദൈവവചനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഏതെങ്കിലും തരത്തിൽ ചിലർക്ക് വെളിപ്പെട്ട കാര്യമായിട്ടോ, പറഞ്ഞു കൊടുക്കപ്പെട്ട കാര്യമായിട്ടോ, ധ്യാനിച്ചപ്പോൾ കിട്ടിയ കാര്യമായിട്ടോ ആണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്ക്നെസ് എന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: വചനം ഏതാനും ആശയങ്ങളല്ല, വചനം ചില വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളല്ല, വചനം പറഞ്ഞു കേട്ട ചില കാര്യങ്ങളല്ല, വചനം ചിലരുടെ ധ്യാനത്തിൽ നിന്ന് തെളിഞ്ഞു വന്ന കാര്യങ്ങളല്ല. പകരം വചനം ഒരു വ്യക്തിയാണ് എന്നതാണ്. വചനം ഒരു വ്യക്തിയാണ്. ആരെങ്കിലും ചോദിക്കും എന്താണ് വചനം? അപ്പൊ തന്നെ നമ്മൾ തിരുത്തണം. എന്താണ് വചനം എന്നല്ല ചോദിക്കേണ്ടത്, ആരാണ് വചനം എന്നാണ് ചോദിക്കേണ്ടത്. ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങാൻ പറ്റുള്ളൂ. വചനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ വചനം എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അപ്പൊ തന്നെ നിങ്ങൾ തിരുത്തണം. വെയിറ്റ്, എന്താണ് വചനം എന്നല്ല ചോദിക്കേണ്ടത്, പകരം ആരാണ് വചനം എന്നാണ് ചോദിക്കേണ്ടത്. ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് വചനം ഒരു വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി? ആ വ്യക്തി മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ മിശിഹായായ ഈശോയാണ്. ഈശോ എന്ന ദൈവിക വ്യക്തിയാണ് വചനം. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ രേഖപ്പെടുന്നത്: ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും
മൂന്നാമത്തേത് സൂക്ഷിച്ച് വീക്ഷിച്ചതും എന്ന് പറഞ്ഞാൽ വി ഒബ്സർവ്ഡ്. മിശിഹ അവരോട് കൂടെയായിരുന്നു, അവർ മിശിഹായോടൊത്തായിരുന്നു. മിശിഹായെ അവർ സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്തു, സൂക്ഷിച്ച് വീക്ഷിച്ചു. അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് മിശിഹായെ അവർ സൂക്ഷിച്ച് വീക്ഷിച്ച് ഗ്രഹിച്ചതാണ്. എന്നിട്ട് സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ, അടുത്ത വാക്കാണ് കൈകൾ കൊണ്ട് സ്പർശിച്ച വചനം. നമുക്ക് വചനത്തെ എങ്ങനെയാ സ്പർശിക്കാൻ പറ്റുന്നത്? ഇറ്റ്സ് ഇമ്പോസിബിൾ. വചനത്തെ സ്പർശിക്കാൻ പറ്റില്ല. വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകത്തെ സ്പർശിക്കാം, അതിന്റെ അക്ഷരങ്ങളിലൂടെ വേണമെങ്കിൽ വിരലോടിക്കാം, പക്ഷെ വചനത്തെ സ്പർശിക്കാൻ പറ്റില്ല. വചനത്തെ സ്പർശിക്കാൻ പറ്റില്ല. ഈ വചനം, അതിനെക്കുറിച്ച് റാറ്റ്സിംഗർ പാപ്പ തന്റെ ജീസസ് ഓഫ് നസറത്ത് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആദ്യത്തെ വോളിയത്തിൽ സ്നാപയോഹന്നാനുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കാര്യം ഞാൻ മുൻ ക്ലാസ്സുകളിൽ ഏതോ ഒരു ക്ലാസ്സിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അതിനെ കുറിച്ച് പറയുന്നത് നല്ലതാണ്. സ്നാപയോഹന്നാൻ പറയുന്നത് എന്താണ്? സ്നാപയോഹന്നാൻ പറയുകയാണ്, ഞാൻ വചനമല്ല, ഞാൻ ശബ്ദമാണ് എന്നാണ് സ്നാപയോഹന്നാൻ പറയുന്നത്. അത് സിർ മലബാർ സഭയുടെ റംശ പ്രാർത്ഥനയിൽ ഇങ്ങനെയുണ്ട്: സ്നാപകൻ ചെയ്തു, ഞാനൊരു സ്വരമെത്രേ, വചനം മറ്റൊരുവൻ. അങ്ങനെയാണ് ആ വരിക. സ്നാപകൻ പറഞ്ഞു, ഞാനൊരു സ്വരമാണ്, വചനം മറ്റൊരുവനാണ്. എന്താണത്? നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? സ്നാപകൻ പറയുകയാണ്, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ സ്വരമാണ് ഞാൻ, ശബ്ദമാണ് ഞാൻ എന്നാണ് സ്നാപകൻ പറയുന്നത്. എന്താണ് ഈ വചനവും ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം? വചനം, ശബ്ദം, ഇത് രണ്ട് കാര്യങ്ങളാണ്. ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാമല്ലോ, സ്വരമാണ്, സൗണ്ടാണ്. എന്താണ് വചനം? വചനം അരുൾ ചെയ്യപ്പെടുന്ന കാര്യമാണ്, അഥവാ അരുൾ ചെയ്യപ്പെടുന്ന വചനമാണ്. ഈ സ്വരത്തിന്റെ പ്രത്യേകത എന്താണ്? അഥവാ ശബ്ദത്തിന്റെ സ്വഭാവം എന്താണ്? ശബ്ദത്തിന്റെ ദൗത്യം എന്താണ്? ശബ്ദം ചെയ്യുന്നത് സ്വരത്തെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? ശബ്ദം ചെയ്യുന്നത് സ്വരത്തെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈശോ മിശിഹ എന്ന് പറയുന്നു, നിങ്ങളത് കേൾക്കുന്നു. എന്താ സംഭവിച്ചത്? ഈശോ മിശിഹ എന്ന സ്വരം, ആ ശബ്ദ വിന്യാസം ഈശോ മിശിഹ എന്ന യാഥാർത്ഥ്യത്തെ, ആ വചനത്തെ, ആ വാചകത്തെ, ആ വാക്കിനെ ക്യാരി ചെയ്ത് നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കുന്നു. അപ്പോ ശബ്ദം ചെയ്യുന്നത് എന്താണ്? വചനത്തെ കൊണ്ടുപോവുകയാണ്. വചനം അദൃശ്യമായ, ടച്ച് ചെയ്യാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അതിനെ കൈമാറാൻ ഒരു മീഡിയം ആവശ്യമായി വരുന്നത്. അപ്പോ ശബ്ദം എന്ന മീഡിയത്തിലൂടെയാണ് വചനം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് വചനത്തെ ആർക്കും തൊടാനൊന്നും പറ്റില്ല. ശബ്ദമില്ലാതെ വചനത്തെ അറിയാനും പറ്റില്ല. ഉദാഹരണത്തിന് അരുൾ ചെയ്യപ്പെടുന്ന ഒരു വചനം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു വചനം, ഒരു വാചകമാണെന്ന് കരുതുക, അതിന് ശബ്ദമില്ലെങ്കിൽ അത് ആർക്കും കേൾക്കാൻ പറ്റില്ല, ആർക്കും അറിയാൻ പറ്റില്ല. അപ്പൊ അത് ക്യാരി ചെയ്യപ്പെടണം. അതുകൊണ്ടാണ് സ്നാപകൻ പറയുന്നത് വചനം മറ്റൊരുവനാണ്. അതാരാണ്? ഈശോയാണ്. ഈശോയാകുന്ന വചനത്തെ അവതരിപ്പിക്കുക മാത്രം ചെയ്യുന്ന ഒരു സ്വരത്തിന്റെ ദൗത്യം മാത്രമേ എനിക്കുള്ളൂ എന്ന് സ്നാപകൻ പറയുകയാണ്. ഞാനല്ല വചനം, വചനം മറ്റൊരുവനാണ്. ആ വചനത്തെ കൊണ്ടുവരുന്നയാൾ മാത്രമാണ് ഞാനെന്ന് സ്നാപകൻ പറയാം. അത് പിന്നീട് അത് സ്നാപകന്റെ പുതിയ നിയമ പൗരോഹിത്യ സ്വഭാവത്തിലേക്കുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പുതിയ നിയമത്തിന്റെ പൗരോഹിത്യത്തിന്റെ സമാരംഭമൊക്കെ സ്നാപകൻ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബെനഡിക്റ്റ് പാപ്പ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഇതാണ്: ഇങ്ങനെ കാണാനും സ്പർശിക്കാനും കഴിയാത്ത ഈ വചനത്തെക്കുറിച്ച് എങ്ങനെയാണ് വിശുദ്ധ യോഹന്നാൻ എഴുതുന്നത്? ഞങ്ങൾ വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ വചനത്തെക്കുറിച്ച്. അതിന്റെ അർത്ഥം അവര് കൈകൊണ്ട് തൊട്ട വചനം അത് മിശിഹായാണ് എന്നതാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന, അവരോടൊത്ത് സഞ്ചരിച്ചിരുന്ന, അവരോട് സംസാരിച്ചിരുന്ന, അവരോടൊത്ത് ഭക്ഷണം കഴിച്ചിരുന്ന, അവരെ ചേർത്ത് പിടിച്ചിരുന്ന ആ മിശിഹായെ കുറിച്ചാണ് യോഹന്നാൻ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു എന്നാണ് ഈ യോഹന്നാന്റെ ലേഖനം ആരംഭിക്കുന്നത്. ആ വാചകം ഉപയോഗിച്ചുകൊണ്ടാണ്, ആ വാചകം കോട്ട് ചെയ്തുകൊണ്ടാണ് ദൈവവർവം ആരംഭിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കണ്ടന്റ് എന്താണ്? ദൈവവചനത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനം അത് എഴുതപ്പെട്ടിരിക്കുന്ന ഏതാനും പുസ്തകങ്ങളെക്കുറിച്ചോ അവയിലെ വാചകങ്ങളെക്കുറിച്ചോ അവയുടെ വ്യാഖ്യാന സാധ്യതകളെക്കുറിച്ചോ ഉള്ള പഠനമല്ല. പകരം അതിന്റെ അപ്പുറത്ത് മിശിഹ എന്ന മനുഷ്യാവതാരം ചെയ്ത അപ്പസ്തോലന്മാർ കാണുകയും കേൾക്കുകയും ചെയ്ത, അവർ തൊട്ടറിഞ്ഞ, അവർ സൂക്ഷിച്ചു വീക്ഷിച്ച ജീവന്റെ മിശിഹായെ കുറിച്ചുള്ള പഠനമാണ് എന്നതാണ് അതിന്റെ കാര്യം.
അതുകൊണ്ട് ദൈവകൃപം ആരംഭിക്കുന്നത് തന്നെ ഒരു കാര്യം മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ്. അത് വിശുദ്ധ ഗ്രന്ഥം എന്ന ഒരു പുസ്തകത്തിന്റെ പഠനമല്ല, പകരം വചനമെന്ന യാഥാർത്ഥ്യത്തിന്റെ പഠനമാണ്. വചനം എന്ന യാഥാർത്ഥ്യത്തിന്റെ പഠനം. ഇത് പറയുമ്പോൾ പെട്ടെന്ന് അപ്പോ ബൈബിളൊന്നും അല്ലേ, ബൈബിൾ വെറുതെ ഒരു പുസ്തകം മാത്രമാണോ എന്നൊരു തോന്നൽ നമുക്ക് പെട്ടെന്നുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ക്ലാസ്സുകൾ ഉടനീളം നമ്മൾ കേട്ട് കഴിയുമ്പോഴാണ് ഇതിന്റെ ബാലൻസിങ് ഉണ്ടാവുക. അല്ലെങ്കിൽ ചെറിയ ഭാഗങ്ങൾ മാത്രം നമുക്ക് ഇതിന്റെ ഒരു ഇംബാലൻസ് ഫീൽ ചെയ്യും. അപ്പം ബൈബിളിന് അപ്പൊ വിലയൊന്നും ഇല്ലെന്നാണോ ഈ പറഞ്ഞു വരുന്നത്, ഒരു പുസ്തകമാണെന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് തോന്നലുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ വചനം അപ്പൊ അങ്ങനെ ഇതിനകത്ത് കാണാനൊന്നും പറ്റില്ലേ, ഈശോയാണോ ഉദ്ദേശിക്കുന്നത് പൂർണ്ണം, അങ്ങനെ തോന്നൽ. അപ്പൊ അങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ചധികം സമയം വേണം. അതുകൊണ്ട് അതൊന്ന് ഓർത്തിരിക്കുക. എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പതുക്കെ ശരിയായി വരും. ഇനി അത് പറഞ്ഞിട്ട് എന്നിട്ട് ഈ വചന ഭാഗം ഉദ്ധരിച്ചിട്ട് കൗൺസിൽ പറയുകയാണ്, ഈ യോഹന്നാൻ പറയുന്ന വാക്കുകൾക്കൊത്ത വിധം ഈ കൗൺസിൽ പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൗൺസിലിന്റെ ഡോക്യുമെന്റ് ആരംഭിക്കുന്നത്. അതായത് അവരെന്താ ചെയ്തത്, അവർ കണ്ടറിഞ്ഞ, തൊട്ടറിഞ്ഞ, സൂക്ഷിച്ചു വീക്ഷിച്ച വചനത്തെ ഈ കൗൺസിൽ പിതാക്കന്മാരും കണ്ട് തൊട്ട് അനുഭവിച്ച് അറിയാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങളും സംസാരിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് ഉചിതമാണ്, പൂർണ്ണമാണ്. കാരണം എന്താണ്? അപ്പസ്തോലന്മാരാണ് മിശിഹായെ കണ്ടും തൊട്ടും അറിഞ്ഞവർ. കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞവർ അപ്പസ്തോലന്മാരാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ സൂനോദോസിന് അത് പറയാൻ പറ്റുന്നത്? സൂനോദോസിനാണ് ഇത് പറയാൻ പറ്റുന്നത്. കാരണം എന്താണ്? അവർ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. അപ്പൊ ആ മെത്രാൻ സംഘം ഒരുമിച്ച് കൂടി കൗൺസിലിൽ വരുമ്പോൾ അവർ ആ കണ്ട് തൊട്ട് കേട്ടറിഞ്ഞ കൂട്ടായ്മയുടെ ഭാഗം തന്നെയാണ്. അപ്പസ്തോലിക പിന്തുടർച്ച എന്ന് പറയുന്നത്, അപ്പസ്തോലിക് സക്സഷൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ കണ്ട് കേട്ട് തൊട്ടറിഞ്ഞ അനുഭവത്തിന്റെ കൈമാറ്റമാണ്, ആ സാക്ഷ്യത്തിന്റെ കൈമാറ്റമാണ്. അഥവാ ആ സാക്ഷ്യത്തിന്റെ സ്വീകർത്താക്കളാണ് പിന്നാലെ വരുന്ന ഓരോ മെത്രാന്മാരും. അതുകൊണ്ട് അവരുടെ കൂട്ടായ്മയിൽ ആദിമ സഭയിലെ ആദ്യത്തെ മെത്രാൻ സംഘം, ആദ്യത്തെ അപ്പസ്തോലിക സംഘം അനുഭവിച്ചത് അതേ ജീവന്റെ തുടിപ്പോടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അപ്പസ്തോലിക സംഘത്തിന്, വിശാലമായ അപ്പസ്തോലിക സംഘത്തിന്, അഥവാ ആ മെത്രാൻ സംഘത്തിനാണ് ഈ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്ന ആ വചനത്തെക്കുറിച്ച് ആധികാരികമായി ലോകത്തോട് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ആ അധികാരവും ആ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് അപ്പസ്തോല സംഘത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഗ്രൂപ്പായിരിക്കുന്ന മെത്രാൻ സംഘം, പ്രത്യേകിച്ച് ആ കൗൺസിൽ പിതാക്കന്മാർ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് കൗൺസിൽ പിതാക്കന്മാർ ഇങ്ങനെ എഴുതിയത്, വിശുദ്ധ യോഹന്നാൻ പറയുന്ന വാക്കുകൾക്കൊത്ത വിധം ഈ പരിശുദ്ധ സൂനോദോസ് പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. എന്നിട്ട് പറയുന്ന ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ. അതുകൊണ്ട് തെന്ത്രോസ് സൂനോദോസിന്റെയും ഒന്നാം വത്തിക്കാൻ സൂനോദോസിന്റെയും കാൽപ്പാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഇതൊരു വളരെ ശ്രദ്ധേയമായ പരാമർശമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് സൂചിപ്പിച്ചായിരുന്നു. ഈ ദൈവകൃപയുടെ രണ്ട് ഫൂട്ടേജുകൾ എന്താണെന്ന് ചോദിച്ചാൽ, അഥവാ ഉറച്ചു നിൽക്കുന്ന രണ്ട് പാദങ്ങൾ എന്തിലൊക്കെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ പറയുന്നത്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, ഈ കൗൺസിൽ പ്രബോധനങ്ങളെയൊക്കെ ചുമ്മാ ഒരു ബോധവും ഇല്ലാതെ ഒരു ധാരണയും ഇല്ലാതെ തള്ളിക്കളയുന്ന ആളുകളുണ്ട്. കൗൺസിൽ ഇത് ചുമ്മാ മെത്രാന്മാർ കൂടിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുവാണ്, അതൊക്കെ ഈ അടുത്തൊക്കെ ഉണ്ടായതല്ലേ, ദൈവവചനമാണ് പ്രധാനപ്പെട്ടത് എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങൾ കാണും. അപ്പൊ അവരോട് ശ്രദ്ധയിൽ വെക്കാനായിട്ട് പറയുന്ന കാര്യമാണിത്. ഈ വത്തിക്കാൻ കൗൺസിൽ പൊടുന്നനവെ ഒരു ദിവസം മെത്രാന്മാരെല്ലാം കൂടി ഒരുമിച്ച് കൂടി അവരുടെ തലയിലേക്ക് വന്ന ചില ആശയങ്ങൾ അവർ രേഖപ്പെടുത്തിയതല്ല. അല്ലെങ്കിൽ ചില ആളുകളൊക്കെ വ്യാഖ്യാനിക്കുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്ന ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഫോർമുലേറ്റ് ചെയ്ത ഒരു രേഖയെ ഡിസ്കഷന് വെച്ചിട്ട് അതിനെ അങ്ങോട്ട് അപ്രൂവ് ചെയ്ത് പബ്ലിഷ് ചെയ്ത ഒരു രേഖയൊന്നുമല്ല ഈ ദൈവകൃപം. പകരം അതെന്താണ്? രണ്ട് സോഴ്സുകളുടെ മേൽ അവയെ കണക്ട് ചെയ്യുന്ന, സംസാരിക്കുന്ന ഒരു രേഖയാണ്. ഏതൊക്കെയാണ് ആ രണ്ട് സോഴ്സുകൾ? ഒന്ന് തെന്ത്രോസ് സൂനോദോസിന്റെ, രണ്ട് ഒന്നാം വത്തിക്കാൻ സൂനോദോസിന്റെ. തെന്ത്രോസ് സൂനോദോസ് എന്ന് പറയാൻ കാരണം എന്താണ്? അതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ഈ കൗൺസിൽ ഓഫ് ട്രെന്റ്, തെന്ത്രോസ് സൂനോദോസ് ഇത് കൂടിയത് 1550 കാലഘട്ടത്തിലാണ്. അന്നത്തെ സാഹചര്യം എന്തായിരുന്നു അറിയാമോ?
പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ കാലഘട്ടമാണ്. മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ സഭയുടെ പരമാധികാരത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ വ്യാഖ്യാനിക്കാനൊക്കെയുള്ള സഭയുടെ അധികാരം ഉണ്ടല്ലോ, അതിനെതിരെ മജിസ്തീരിയം, നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് പറയും, അതിനെതിരെയൊക്കെ ഭയങ്കരമായ വാദങ്ങൾ ഉയർത്തി സഭാവിരോധം ശക്തമായി കത്തിജ്വലിപ്പിച്ചു. അവരൊരു സമൂഹമായി പിരിഞ്ഞു പോകാനായിട്ട് തീരുമാനിച്ചു. സഭയിൽ ഒത്തിരി കുറ്റങ്ങൾ അവർ കണ്ടെത്തി. അതൊക്കെ വിളിച്ചു പറഞ്ഞ് അവർ പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അവർ ക്രിസ്ത്യാനികളായിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നല്ലോ. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? അവരിങ്ങനെ കരുതി സഭ മുഴുവനും തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അത് മുഴുവൻ തിന്മയായിപ്പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, അതിന്റെ ഏറ്റവും ശുദ്ധമായത് മാത്രം എടുത്തിട്ട് ജീവിച്ചു തുടങ്ങാം. സഭയുടെ ജീവിതത്തിലും പ്രവൃത്തികളിലും ഒക്കെ നിറയെ കുറവുകൾ വന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സഭയുമായിട്ട് മുന്നോട്ട് പോകാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതുകൊണ്ട് ഏറ്റവും ശുദ്ധമായത് എടുത്തിട്ട് നമുക്ക് വീണ്ടും ജീവിച്ചു തുടങ്ങാം. അങ്ങനെയാണ് മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിലുള്ള പ്രൊട്ടസ്റ്റന്റ് വിപ്ലവക്കാർ ചിന്തിച്ചത്. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? ദൈവം മിശിഹായെ സ്വീകരിക്കണമെങ്കിൽ എന്താണ് നമുക്ക് കലർപ്പില്ലാതെയുള്ളത്? ഈ സഭ മുഴുവൻ കലർപ്പായി പോയതുപോലെ അവർക്ക് തോന്നി. അപ്പൊ അവർ പറഞ്ഞു, ഇനി കലർപ്പില്ലാതെയുള്ളത് വചനമാണ്, ബൈബിളാണ്. ബൈബിളിനകത്ത് മിശിഹായ ഉണ്ടല്ലോ, ബൈബിളിൽ എല്ലാ ദൈവിക രഹസ്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ബൈബിളിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ബൈബിൾ വായിച്ച ഒരാൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാമല്ലോ. എന്തിനാണ് നമ്മൾ ഇവരെയൊക്കെ കേൾക്കാൻ പോകുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, ബൈബിൾ മാത്രം നമ്മുടെ വിശ്വാസത്തിന്, നമുക്ക് ബൈബിൾ എടുക്കാം, എന്നിട്ട് നല്ല ക്രൈസ്തവ ജീവിതം നയിച്ചു തുടങ്ങാം എന്നവർ പറഞ്ഞു. അങ്ങനെ അവര് സഭയിൽ നിന്ന് ബൈബിളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതിന്റെ പരാധീനതകളെ കുറിച്ചൊക്കെ നമ്മൾ ഇനി വരും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പറയാൻ കിടക്കുകയാണ്. അങ്ങനെ അവര് ആ സഭാ ഗാത്രത്തിൽ നിന്ന് ഈ ഗ്രന്ഥവും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ അവരുടെ കയ്യിൽ എന്തുണ്ട്? അവരുടെ കയ്യിൽ എഴുതപ്പെട്ട ഗ്രന്ഥം മാത്രമുണ്ട്. അപ്പോഴാണ് ഒന്നാമത്തെ പ്രശ്നം നമ്മൾ മുമ്പ് കണ്ടത് പ്രസക്തമായി മാറുന്നത്. എന്താണ്? വചനം എന്ന് പറയുന്നത് ആ എഴുതപ്പെട്ട ഗ്രന്ഥം മാത്രമല്ല, മിശിഹ എന്ന വ്യക്തി തന്നെയാണെങ്കിൽ, ആ ഉദ്ധിതനായ മിശിഹായുടെ ഗാത്രമാകുന്ന സഭയാണ് ക്രിസ്തുവെങ്കിൽ, ഉദ്ധിതനായ മിശിഹായെങ്കിൽ, ആ ശരീരത്തിൽ നിന്ന് ഒരു ഗ്രന്ഥവുമായി പുറത്തിറങ്ങിപ്പോയാൽ അവരുടെ കയ്യിൽ എന്താണുള്ളത് എന്നാണ് ചോദ്യം. അവരുടെ കയ്യിലുള്ളത് എഴുതപ്പെട്ട ഒരു പുസ്തകം മാത്രമാണ്. അതിന്റെ ആധികാരികമായ വ്യാഖ്യാനത്തിന്റെ അതോറിറ്റി പോലും ഇല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. എനിവേ, അങ്ങനെ പിരിഞ്ഞു പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒത്തിരി ആശങ്കകളും ആകുലതകളും സഭയുടെ തനയരുടെ ഇടയിൽ ശക്തമായിട്ടുണ്ടായി. അവരൊക്കെ പറയുന്നത് ശരിയാണോ? അവർ പറഞ്ഞ വാദങ്ങൾക്ക് ന്യായമില്ലേ? ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ, ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടെന്ന് ബൈബിളിലുണ്ടോ? ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി ചോദ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് സഭയ്ക്ക് വീണ്ടും ദൈവവചനം എന്താണ് എന്നതിനെക്കുറിച്ച് ആധികാരികമായി വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ സഭ എന്ത് ചെയ്തു? 1-ാം നൂറ്റാണ്ട് മുതലോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതലൊക്കെ ദൈവവചനത്തെക്കുറിച്ചൊക്കെയുള്ള സഭയുടെ പ്രബോധനങ്ങൾ വീണ്ടും ക്രോഡീകരിച്ച് ശക്തമായ വ്യക്തതയോടുകൂടെ നൽകി. അത് തിരുസഭയിൽ ഒരു വലിയ നവോന്മേഷം വരുത്തി. തിരുസഭയുടെ കാഴ്ചപ്പാടുകൾക്ക്, തന്നെക്കുറിച്ച് തന്നെയും ദൈവവചനത്തെക്കുറിച്ചുള്ള ബോധ്യത്തിന്, ആദിമസഭ മുതലുള്ള തിരിച്ചറിവിന് വളരെ കൃത്യതയുള്ള ഒരു രൂപഭാവം നൽകി. അങ്ങനെ നൽകിയ ആ തെന്ത്രോസ് സുനോദോസ് വിശുദ്ധരുടെ പഠനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തെന്ത്രോസ് സുനോദോസിന്റെ പ്രബോധനങ്ങളെ, കാഴ്ചപ്പാടുകളെ, ഫോർമുലേഷൻസിനെ, അവയെ കാര്യമായി അവലംബിക്കാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. പ്രത്യേകിച്ച് ദൈവോർബിന്റെ ഡോക്യുമെന്റ് രൂപീകരിക്കുന്ന സമയത്ത് അഭ്യുന്ന പിതാക്കന്മാർ തീരുമാനിച്ചു. രണ്ടാമത്തെ എന്താണ്? 1-ാം വത്തിക്കാൻ കൗൺസിലാണ്, അതായത് തൊട്ടു മുമ്പുണ്ടായിരുന്ന കൗൺസിൽ. അപ്പൊ എന്ന് പറഞ്ഞാൽ തുടർച്ചയാണ് എന്നും കൂടിയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലും പിന്നെ നാളിതുവരെ ഉണ്ടായിരുന്ന തിരുസഭയുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും ദൈവവചനം എന്ന് വന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുമുള്ള ആഴമുള്ള ബോധ്യത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഈ സൂനോദോസിന്റെ പ്രമാണരേഖകൾ ക്രമീകരിക്കപ്പെടുന്നത്. എന്നിട്ട് ആ വാചകം എങ്ങനെയാണ്? 1-ാം വത്തിക്കാൻ സൂനോദോസിന്റെയും കാൽപ്പാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവാവിഷ്കരണത്തെയും അതിന്റെ സംപ്രേഷണത്തെയും സംബന്ധിച്ച് രണ്ട് കാര്യത്തെക്കുറിച്ചാണ്. ഒന്ന് ദൈവാവിഷ്കരണത്തെക്കുറിച്ച്, രണ്ട് അതിന്റെ സംപ്രേഷണത്തെക്കുറിച്ച്. ഈ ദൈവാവിഷ്കരണം എന്നുള്ള വാക്ക് നമുക്ക് ആദ്യമേ ഒന്ന് ബോധ്യപ്പെട്ടിട്ട് വേണം മുമ്പോട്ട് പോകാൻ. നമ്മള് 2-3 വാക്കുകൾ പൊതുവിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ദൈവിക വെളിപാട് എന്ന് പറയാറുണ്ട്. രണ്ടാമത് പറയാറുള്ള ഒരു വാക്ക് എന്താ പറയാ, നമ്മള് ദൈവവചനമെന്നോ അല്ലെങ്കിൽ ദൈവാവിഷ്കരണമെന്നോ ഒക്കെ പറയാറുണ്ട്. കുറച്ച് ഏറ്റവും കൃത്യമായി പരിഭാഷപ്പെടുത്താവുന്ന,
അതായത് റെവലേഷൻ എന്ന് പറയുന്ന കാര്യത്തെ ഏറ്റവും ഉചിതമായി പരിഭാഷപ്പെടുത്തും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞായിരുന്നു. പരിഭാഷപ്പെടുത്താവുന്നത് ദൈവ ആവിഷ്കരണം എന്നാണ്. ദൈവ ആവിഷ്കരണം എന്തുകൊണ്ടാണ് നമ്മളിപ്പോ തന്നെ പറയും, ദൈവം തന്നെ തന്നെ അവതരിപ്പിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ദൈവം തന്നെ തന്നെ അവതരിപ്പിക്കുന്നു, തന്നെ തന്നെ ആവിഷ്കരിക്കുന്നു ഈ ഭൂമിയിൽ. അതുകൊണ്ടാണ് ദൈവ ആവിഷ്കരണം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ദൈവ ആവിഷ്കരണത്തെയും അതിന്റെ സംപ്രേഷണത്തെയും അതിന്റെ ട്രാൻസ്മിഷൻ, യുഗങ്ങളിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടത്, അത് പകർന്നു കൊടുക്കപ്പെട്ടത്, വാച്യമായിരുന്ന വചനത്തെ രേഖപ്പെടുത്തി അത് പിന്നീട് തലമുറകളിലേക്ക് കൈമാറി അത് സഭ സൂക്ഷിക്കുന്നു. അത് ബൈബിളായിട്ട് മാത്രമല്ല, വചനത്തെ സഭ എങ്ങനെ സൂക്ഷിച്ച് തലമുറകളിലേക്ക്, വരും തലമുറകളിലെ മെത്രാൻ സംഘ വരും തലമുറകളിലെ സഭകളിലേക്ക് മെത്രാൻ സംഘത്തിന്റെ ശുശ്രൂഷയിൽ അതെങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് തുടങ്ങിയ വിഷയത്തെക്കുറിച്ച് കലർപ്പില്ലാത്ത തത്വങ്ങൾ അവതരിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ, കലർപ്പില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാത്ത പ്രിൻസിപ്പിൾസ് അവതരിപ്പിക്കാനും, അങ്ങനെ ലോകം മുഴുവനും രക്ഷയുടെ സന്ദേശം കേട്ട് വിശ്വസിക്കുകയും, ഒന്നാമത്തെ കാര്യം രക്ഷയുടെ സന്ദേശം ലോകം മുഴുവനും കേട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് വചനത്തിന്റെ വ്യാഖ്യാനത്തിന്റെയും വചനം പങ്കുവെക്കലിന്റെ ഒക്കെ ഒന്നാമത്തെ ദൗത്യം. ദൈവവചനം കേട്ട് വിശ്വസിക്കാനും, രണ്ടാമത്തെ എന്താണ്, വിശ്വസിച്ച് പ്രത്യാശിക്കാനും. വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതാണ് പ്രത്യാശ. മിശിഹായിൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ ആ മിശിഹ എന്നെ സ്വീകരിക്കുമെന്നും ഞാൻ സ്വർഗത്തിന്റെ ഭാഗമാകുമെന്നുള്ള പ്രത്യാശ ഉണ്ടാകുമല്ലോ. അപ്പൊ വിശ്വാസത്തിൽ നിന്നാണ് പ്രത്യാശ ഉണ്ടാകുക. വിശ്വസിച്ച് പ്രത്യാശിക്കുകയും, മൂന്നാമത്തെ എന്താണ്, പ്രത്യാശിച്ച് സ്നേഹിക്കുകയും. സ്വർഗത്തിന്റെ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരാൻ ആ പ്രത്യാശയിൽ നിന്നുണ്ടാകുന്ന സ്നേഹം അത് പങ്കുവെക്കുകയും ചെയ്യാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോ ഈ കൗൺസിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഈ ഡോക്യുമെന്റിലൂടെ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനത്തെക്കുറിച്ചുള്ള ദൈവഗർഭം എന്ന പ്രബോധന രേഖയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് എന്താണ്, മിശിഹായുടെ സന്ദേശം, സുവിശേഷം കേട്ട് വിശ്വസിക്കുക, വിശ്വസിച്ച് പ്രത്യാശിക്കുക, പ്രത്യാശിച്ച് സ്നേഹിക്കുക. അതിനുവേണ്ടി ഈ ദൈവവചനത്തെ സമഗ്രതയോടുകൂടി അവതരിപ്പിക്കാൻ, അത് മനസ്സിലാക്കേണ്ട അടിസ്ഥാന തത്വങ്ങളെ അവതരിപ്പിക്കാനൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ തത്വങ്ങളുടെ വെളിച്ചത്തിൽ വേണം സഭ വചനത്തെ വ്യാഖ്യാനിക്കാൻ. അത് വചനപ്രഘോഷകരാവട്ടെ, നമ്മുടെ പേഴ്സണൽ റിഫ്ലക്ഷൻസിന്റെ കാര്യമാകട്ടെ, ഇനി ഏറ്റവും ഔദ്യോഗികമായ വചന പ്രബോധനത്തിന്റെ, സുവിശേഷ പ്രബോധനത്തിന്റെ മേഖലകളിലാവട്ടെ, ഈ ഇനി പറയുന്ന തത്വങ്ങൾ കൺസിഡർ ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഡോക്യുമെന്റ് നമ്മൾ പഠിക്കുമ്പം ദൈവവചനം വ്യാഖ്യാനിക്കപ്പെടേണ്ട അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഇങ്ങനെയേ അത് വ്യാഖ്യാനിക്കാവൂ, ഇങ്ങനെ ചെയ്തുകൂടാ, ഇന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം വ്യാഖ്യാനിക്കാൻ എന്നൊക്കെ പറഞ്ഞ് എണ്ണി വ്യാഖ്യാനത്തിന്റെ ഒക്കെ തത്വങ്ങൾ നമ്മൾ പഠിക്കും. അത് നമ്മൾ പഠിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരാൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന കേൾക്കുമ്പം അതങ്ങനെ പറയാൻ പാടില്ലല്ലോ, അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടാവില്ലല്ലോ എന്ന് നമുക്ക് തോന്നും, നമുക്ക് തന്നെ പിടികിട്ടും. അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോജനം, ഒരു ദൈവവചന വ്യാഖ്യാന നമ്മൾ കേൾക്കുമ്പം നമുക്ക് പോലും അതിനെ ഇത് ശരിക്കും മിശിഹായിൽ നിന്നുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഒരു ടോക്ക് കേൾക്കുമ്പം ഇത് പ്രൊട്ടസ്റ്റന്റ് ആശയമാണോ ഈ പറയുന്നത് എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ ദൈവവചനത്തെ ശുദ്ധിയോടെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു അരിച്ചെടുക്കാനുള്ള ഒരു മാർഗം, ഒരു പാത്രം നമ്മുടെ കയ്യിലുണ്ടാകും എന്നുള്ളതാണ് ഒരു ഒന്നാമത്തെ പ്രയോജനം. രണ്ടാമത്തെ പ്രയോജനം എന്താണ്, നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ അനേകർക്ക് പകർന്നു കൊടുക്കുമ്പോൾ, സുവിശേഷം പകർന്നു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോൾ ആധികാരികതയോടും കൃത്യതയോടും കൂടെ പറയാൻ നമുക്ക് പറ്റും. പലപ്പോഴും ചില പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാരുടെ ചോദ്യമൊക്കെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ബൈബിളിൽ എവിടെയുണ്ടല്ലോ, ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബൈബിൾ ചില വാചകങ്ങളൊക്കെ തപ്പിയെടുത്തിട്ട് അത് മറുപടിയായി പറയും. അപ്പൊ അവർ വേറെ 2 വാചകം നമ്മളോട് തിരിച്ചു പറയും. അപ്പൊ നമ്മൾ വീണ്ടും തപ്പിട്ട് വേറൊരു വാചകം അങ്ങോട്ട് പറയും. ഇതല്ല ആ സംഭാഷണത്തിന്റെ രീതി എന്നൊക്കെ നമുക്ക് പയ്യെ മനസ്സിലാവും. നമ്മുടെ സംഭാഷണത്തിന്റെ രീതി വചനത്തെ തന്നെ ആഴത്തിൽ എന്താണ് ഈ വചനം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള, വചനം വ്യാഖ്യാനിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ മാർഗങ്ങളിലാണ് പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഇംപ്രൂവ്മെന്റ്, അതാണ് നമ്മൾ ഈ പഠനത്തിലൂടെ നമുക്കുണ്ടായത്. ഇനി ദൈവ ആവിഷ്കരണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും നേരം തുറന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. നമ്മുടെ ഡോക്യുമെന്റിന്റെ, നമ്മുടെ പഠനത്തിന്റെ പേര് തന്നെ ദൈവെർബും എന്നാണ്. വെർബും എന്ന് പറഞ്ഞ വാക്ക് എന്നാണ്, ദൈവ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്, ദൈവ വാക്ക്, ദൈവവചനം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവവചനം, ദൈവവചനം എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാത്തത്? ദൈവവചനം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ടു ലിറ്റിൽ ആയി പോകും, ലിമിറ്റഡ് ആയി പോകും എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ദൈവം അരുളി ചെയ്ത കുറച്ച് വാക്കുകളാണ് എന്നൊരു ധ്വനി അതിനുണ്ടാവും. ദൈവവചനം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ, ദൈവവർബും എന്നതിനെ ദൈവവചനം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് ദൈവം അരുളി ചെയ്ത ചില വചനമാണെന്നൊരു പെട്ടെന്നൊരു തോന്നൽ. ഉള്ളർത്ഥം ശരിയാണ്,
നമുക്കുണ്ടാകാൻ ഇടയുള്ളത് കൊണ്ട് മലയാളത്തിൽ ഏറ്റവും ഉചിതമായ പരിഭാഷ ആയിരിക്കേണ്ടത് അത് ദൈവാവിഷ്കാരമെന്നോ ദൈവാവിഷ്കരണം എന്നൊക്കെയാണ്. ദൈവാവിഷ്കാരം എന്നാണ്. ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുക എന്നാണ് അർത്ഥം. വെളിപ്പെടുത്തുക, തുറന്നു കാണിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. റെവലേഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പദം. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. റെവലേഷൻ റെവലേഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. റെവലാരെ എന്ന വാക്കിൽ നിന്നാണ് റെവലേഷൻ ഉണ്ടാകുന്നത്. ഈ വലാരെ എന്ന് പറഞ്ഞാൽ അത് വെയിൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വെയിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയൊക്കെ നോക്കി അവരുടെ തലയിൽ ഒരു വസ്ത്രം കാണും. അതിനെയാണ് വെയിൽ എന്ന് പറയുന്നത്. സൂര്യന്റെ വെയിലിനെ കുറിച്ചല്ല. ഇതാണ് വെയിൽ. വെയിൽ എന്ന് പറഞ്ഞാൽ മൂടുപടം എന്നൊക്കെയാണ് അർത്ഥം. മൂടുപടം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അടയ്ക്കുക, മറച്ചു വെക്കുക, കവർ ചെയ്യുക എന്നൊക്കെയാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബലാരെ എന്ന് പറഞ്ഞാൽ മൂടുക, അടയ്ക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. റെവലാരെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? റെവലാരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താണ് ആ ഓപ്പോസിറ്റിന്റെ അർത്ഥം? അതിതാണ് മൂടുപടം മാറ്റുക എന്നാണ്. ദൈവം മൂടി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ തുറക്കുന്നു എന്നാണ്. മൂടി വെച്ചിരിക്കുന്ന എന്തിനെയോ തുറന്ന് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ചില യാഥാർത്ഥ്യങ്ങളെ നമുക്ക് സംലഭ്യമാക്കുന്നു എന്നാണ് അർത്ഥം. ഇവിടെ ഏതാണ് ആ യാഥാർത്ഥ്യം? ആ യാഥാർത്ഥ്യം ചില ആശയങ്ങളല്ല, ദൈവത്തിന് പറയാനുള്ള ചില കാര്യങ്ങളല്ല, പകരം ദൈവം തന്നെയാണ്. ദൈവം തന്നെ തുറന്നു കാണിക്കുന്നതിനെയാണ് റെവലേഷൻ എന്ന് പറയുന്നത്. ദൈവം തന്നെ തുറന്നു കാണിക്കുന്നത്. അപ്പോകാലിപ്സിസ് അതാണ് അതിന്റെ ഗ്രീക്ക് പദം. രണ്ടും സമാനമായ അർത്ഥമാണുള്ളത്. ദൈവം തന്നെ തുറന്ന് മനുഷ്യവംശത്തിന് ദൃശ്യമാക്കുന്നു എന്നാണ് റെവലേഷൻ എന്ന വാക്കിന്റെ തന്നെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥം. ഞാൻ ആ വാക്കുകളുടെ സ്പെല്ലിങ്ങുകളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുള്ളതോട് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം. ലാറ്റിൻ വെർബ് വെലാരെ, VELARE എന്നാണ്. VLARE, വെലാരെ മീൻസ് കവറപ്പ് എന്നൊക്കെയാണ് അർത്ഥം. അടച്ചു വെക്കുക എന്നൊക്കെയാണ്. ഈ ലാറ്റിൻ അതിന്റെ നൗൺ വേലും എന്നാണ്. VELUM, വേളും. അതിൽ നിന്നാണ് അതിന്റെ ഫോം, വെർബ് ഫോം അടയ്ക്കുക എന്ന് പറയുന്ന വെലാരെ. ഇനി റെവലാരെ എന്ന് പറഞ്ഞാലോ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഡിസ്ക്ലോസ് ചെയ്യുക, ഓപ്പൺ അപ്പ് ചെയ്യുക, അൺവെയിൽ ചെയ്യുക, അൺകവർ ചെയ്യുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യലാണ്, തന്നെ അവതരിപ്പിക്കൽ ഒക്കെയാണ്. ഈ ഗ്രീക്ക് വാക്ക് അപ്പോകാലിപ്സിസ്, APOCALYPSIS എന്ന് ഇംഗ്ലീഷിൽ എഴുതാം. ഗ്രീക്ക് ഞാൻ എഴുതി കാണിക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് തൽക്കാലം അങ്ങനെ അറിയാം. അതിന്റെ അർത്ഥവും ഈ റെവലാസ്യോ തന്നെയാണ്. അതും ഒരു ആക്ട് ഓഫ് അൺവെയിലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പം പറഞ്ഞു വന്ന കാര്യം, അതിന്റെ അർത്ഥം, അതിന്റെ വാച്യാർത്ഥം അടച്ചു വെച്ചിരിക്കുന്നതിനെ തുറന്നു കാണിക്കുക എന്നുള്ളത്. അടച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? മറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവം എന്ന യാഥാർത്ഥ്യമാണ്. ദൈവം തന്നെ ഓപ്പൺ അപ്പ് ചെയ്യുന്നതാണ് റെവലേഷൻ. അതുകൊണ്ടാണ് ദൈവവചനം എന്ന് പറയുന്നതിന് പകരം ദൈവാവിഷ്കരണം എന്ന് തന്നെ ഈ ഡോക്യുമെന്റിനെ പരിഭാഷപ്പെടുന്നത്. അതാണ് ഏറ്റവും ഉചിതമായ പരിഭാഷ. അപ്പം റെവലേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ ആവിഷ്കരിക്കലാണ്. അതിനെ സൂചിപ്പിക്കുന്ന പദം തന്നെയാണ് വെളിപാട് എന്ന്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ വെളിപാട് എന്ന് കേൾക്കുമ്പോൾ സാധാരണ ആളുകളുടെ മനസ്സിൽ വരുന്നതെന്നറിയോ? വെളിപാട് പുസ്തകമാണ്, അല്ലെ? വെളിപാട് പുസ്തകത്തെ കുറിച്ചാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ചില ഭാവി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് എന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഇത്രയേ ഉള്ളൂ. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. സെൽഫ് റെവലേഷൻ. ഇനി ഞാനിത് കുറച്ചൊന്ന് കൂടുതൽ ടൈം എടുത്ത് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നത് ഒരു ആരംഭ സമയമായതുകൊണ്ടും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുന്നതായതുകൊണ്ടൊക്കെയാണ് കുറച്ചൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. ഇനി എന്താണ് ഈ ദൈവം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. എന്തിനാ ദൈവം വെളിപ്പെടുത്തുന്നത്? നമുക്കല്ലാണ്ട് മനസ്സിലാക്കാൻ പറ്റിയല്ലേ എന്നാണ് ചോദ്യം. ഇതിന്റെ കാര്യം, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടത് മനുഷ്യന്റെ ഒരു ബേസിക് നീഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യന്റെ ഒരു ബേസിക് നീഡ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് മനുഷ്യന്റെ ബേസിക് നീഡ്സ്? നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെയാണ് മനുഷ്യന്റെ ബേസിക് നീഡ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും, അതൊക്കെ ഭൗതികമായ നീഡാണെങ്കിലും, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവൻ ഒരിക്കലും റെസിസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തതുപോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള നീഡ് എന്താണെന്നറിയാമോ? അത് അവൻ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ആഗ്രഹമാണ്, ദാഹമാണ്.
ഞാനൊരു 1-2 ഉദാഹരണം പറഞ്ഞെങ്കിൽ ചിലപ്പോൾ പിടികിട്ടിന്ന് വരും. അത് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ അനാഥരായ കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. ഓർഫൻ, അനാഥരായ കുട്ടികൾ. അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ വെറുതെ ചോദിക്കുമെന്ന് വെച്ചോ, മോനെ നിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പറയാം, ഞാൻ സാധിച്ചു തരും എന്ന് നിങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരു മാലാഖ എന്ന് പറയാമെന്ന് വിചാരിച്ചു. അവൻ എന്തായിരിക്കും ചോദിക്കുക? ഒരു ഓർഫൻ കുട്ടിയോട് അവൻ വിശന്നിരിക്കുകയാകട്ടെ, അവന് ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുക, എന്ത് പ്രശ്നത്തിലായിക്കോട്ടെ, അവൻ എന്തായിരിക്കും പറയാൻ സാധ്യത? നിങ്ങൾ ഊഹിക്കുന്ന കാര്യം തന്നെയാണ്. അവൻ പറയാൻ പോകുന്ന ഇതായിരിക്കും, എനിക്കുണ്ടല്ലോ, എനിക്ക് എൻ്റെ പേരൻസ് ആരാന്നറിയണം, എനിക്കത് അറിഞ്ഞേച്ചാൽ മതി, വേറെ ഒന്നും വേണ്ടെന്ന് അവൻ പറയും, അല്ലെ? അവനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും, ഞാൻ ഒത്തിരി ഓർഫൻ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് പലരെയും വളരെ അടുത്തറിയുകയും ചെയ്യാം. അതുകൊണ്ടോട് കൂടെ തന്നെയാണ് ഞാൻ അത്ര ആധികാരികമായിട്ടത് പറയുന്നത്. നിങ്ങൾ സംസാരിച്ച് നോക്കിയോ, നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ലാത്തതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് തോന്നുക പോലും ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു അനാഥ കുഞ്ഞിനോട് നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ഇത് മന്ന പറയും. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യൻ കളക്ടറാണെന്ന് വിചാരിക്കുക. കളക്ടർ, ഒരു ഓർഫൻ ചൈൽഡ് വലുതായി കളക്ടറായി. നിങ്ങൾ എന്നിട്ട് അവനോട് പറയാണ്, നീ റിസൈൻ ചെയ്യുവാണെങ്കിൽ ഞാൻ നിന്റെ പേരൻസ് ആരാണെന്ന് പറഞ്ഞു തരാം എന്ന് പറയുകയെന്ന് കരുതുക. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ എന്ത് ചെയ്യും? അവൻ പറയും, ഞാൻ റിസൈൻ ചെയ്യാന്ന് പറയും, അല്ലേ? പറയാൻ നല്ല സാധ്യതയുണ്ട്. കാരണം അവന്റെ അപ്പനും അമ്മയും ആരാണെന്ന് അറിയാനുള്ള വല്ലാത്ത ദാഹമുണ്ട്. ആ ദാഹം അവനെ ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തനിക്ക് ബയോളജിക്കലി ജന്മം തന്നതിന്റെ പിതാവും മാതാവും ആരാണ്, അല്ല തന്റെ ഉറവിടം ആരാണ്, എവിടുന്നാണ് ഞാൻ ഉത്ഭവിച്ചത്, ആരിൽ നിന്നാണ് ഞാൻ പിറന്നത് എന്നറിയുക ഒരു മനുഷ്യന്റെ ഇത്രമേൽ വലിയ ദാഹമാണെങ്കിൽ, അവൻ അൾട്ടിമേറ്റ്ലി ജനിക്കപ്പെട്ട അവന്റെ യഥാർത്ഥ ഉറവിടമാകുന്ന അവന്റെ സൃഷ്ടാവാകുന്ന ദൈവത്തെ അറിയാനുള്ള അദമ്യമായ ദാഹം മനുഷ്യ വംശത്തിൽ ശക്തമായിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിഷേധിക്കുന്ന ആൾക്കാരുണ്ടാവും, തള്ളിക്കളയുന്ന ആൾക്കാരുണ്ടാവും, സമ്മതിച്ചു കൊടുക്കാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ മനുഷ്യവംശത്തിന്റെ മുഴുവനുള്ളിൽ ഹൃദയത്തിൽ അവന്റെ ഫണ്ടമെന്റൽ നീഡായിട്ട് കിടക്കുന്നത് ഞാൻ എവിടുന്നാണ് എന്നറിയുക എന്ന ദാഹമാണ്. അതിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. നിങ്ങൾ ലോകത്തിൽ എവിടെ നോക്കിക്കോ, ഏത് ട്രൈബൽ കമ്മ്യൂണിറ്റികളിൽ നോക്കിയോ, ഏത് ആഫ്രിക്കൻ ഗ്രാമങ്ങളുടെ ഉള്ളില് മനുഷ്യന്റെ പുറലോകത്തെ വെളിച്ചം പോലും കിടക്കാൻ സ്ഥലങ്ങളിൽ നോക്കിക്കോളൂ, ലോകത്ത് ഏത് സ്ഥലത്ത് നോക്കിയോ, അവർക്കൊക്കെ അവരുടെ സൃഷ്ടാവിനെ കുറിച്ച് ഒരു സങ്കല്പം ഉണ്ടാവും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദൈവസങ്കല്പം ഉണ്ടാകും. അത് ചിലപ്പം ഒരു കല്ലെടുത്ത് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ഉണ്ടാക്കിയിട്ടോ ഒക്കെ ആയിരിക്കാം. എന്തു തന്നെ ആയിരുന്നാലും അവരുടെ മനസ്സിൽ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മളെന്നും ആ ദൈവത്തോട് ഞാൻ ബന്ധപ്പെട്ടിരിക്കേണ്ടതാണെന്നും ആ ദൈവത്തെ ഞാൻ പ്രീതിപ്പെടുത്തേണ്ടതുണ്ടെന്നും ആ ദൈവം എന്നോട് സംസാരിക്കാൻ എങ്ങാണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നും, അതുകൊണ്ട് ചില ആളുകൾ, ചില വെളിച്ചപ്പാടുകൾ പോലെയുള്ള ചില ആളുകൾ ദൈവത്തിന്റെ സംസാരക്കാരായി കാണപ്പെടുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു അന്തരീക്ഷം ലോകത്തിൽ എല്ലായിടത്തും, ഇതാരും പഠിപ്പിച്ചിട്ടല്ല, ഒരു സ്ഥലത്തൊന്നും കണ്ടുപിടിച്ചിട്ടല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് അത് പ്രാചീന മനുഷ്യന് മുതലുള്ള ഒരു ദാഹമാണ്. നിങ്ങൾ നോക്കൂ, എത്ര പ്രാചീന ഗോത്രങ്ങളിലേക്ക് ചെന്നാലും അവരുടെ ആദ്യത്തെ വിചാരം ദൈവമാണ്. എന്തിന്? മോഡേൺ സയൻസിന്റെ കാര്യം എടുത്തു. ലോകത്തിൽ സയൻസ്, ഇപ്പൊ ശാസ്ത്ര വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പിന്നീട് പറയാം. സയൻസും ബൈബിളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഇതിനകത്ത് പറയേണ്ടതാണല്ലോ. ബൈബിളിൽ പറഞ്ഞ പോലെയാണോ സൃഷ്ടിക്കപ്പെട്ടത്? ബിഗ് ബാങ് അപ്പൊ തെറ്റാണോ? ദൈവം മണ്ണ് ഒഴിച്ച് കുഴച്ചതാണോ? അതോ എവല്യൂഷൻ വഴിയായിരുന്നു? ഇതൊക്കെ നമ്മുടെ ഈ ക്ലാസ്സുകളിലെ വിഷയങ്ങളായിട്ട് വരും പിന്നീട്. അപ്പൊ സയൻസിനെ കുറിച്ചൊക്കെ പറയുമ്പം പറഞ്ഞതാണ്, ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഈ ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു വല്ലാത്ത ദാഹമുണ്ട്. അത് ഏത് ഗോത്രങ്ങളിലായാലും പ്രപഞ്ചത്തിന്റെ ഏത് പ്രദേശത്ത് വസിക്കുന്ന ആളുകളിലായാലും ഈ ഒരു ദാഹം ശക്തമായിട്ട് ഇറങ്ങും. അതിന്റെ എക്സ്പ്രഷൻസ് ആണ് അവര് പല വിധത്തിലുള്ള ദൈവസങ്കല്പങ്ങളൊക്കെ ആയിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ദൈവം ആരാണെന്ന് അറിയാനുള്ള ദാഹം കുടികൊള്ളുന്നു എന്നുള്ളതാണ്. ഇനി ഈ ദാഹത്തെ ഇവർ ശമിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഇവർക്ക് ആകെ അറിയാവുന്നത് എന്താണ്? ദൈവമുണ്ട്, ദൈവം നിങ്ങളോട് ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും, ദൈവം ഭയങ്കര ശക്തിമാനായിരിക്കും, കാരണം ഇതെല്ലാം സൃഷ്ടിച്ചതല്ലേ, ഭയങ്കര ഇന്റലിജന്റ് ആയിരിക്കും, അങ്ങനെ തുടങ്ങി ദൈവത്തെക്കുറിച്ചൊരു ധാരണയാണ് മനുഷ്യനുള്ളത്. ദൈവം ഇങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരു ധാരണയുള്ളത്.
അപ്പോ മനുഷ്യൻ സാധാരണ എന്ത് ചെയ്യും? ഒരു ഓർഫൻ കുഞ്ഞിന്റെ കാര്യം എടുക്കുക. അവന് അവന്റെ അപ്പൻ ആരാണെന്ന് അറിയാനുള്ള ദാഹമുണ്ടല്ലോ. അവനത് എങ്ങനെയായിരിക്കും അവൻ പ്രകടിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവൻ ഇങ്ങനെ നടക്കുന്നിടത്ത് എല്ലായിടത്തും നോക്കും. എൻ്റെ അപ്പനെങ്ങാനും ഇവിടെ എങ്ങാനും ഉണ്ടോ, എൻ്റെ അപ്പനും അമ്മ ഇവിടെ എങ്ങാനും ഉണ്ടോ, എങ്ങാനും ഞാൻ അവരെ അത്ഭുതകരമായി കണ്ടുമുട്ടുവോ. ചുമ്മാ ഒരാളെ കാണുവാണ്. ആളെ കാണുമ്പോഴത്തേനും ഏതാണ്ട് എന്നോട് നല്ല സാമ്യം ഉണ്ടല്ലോ ഈ മനുഷ്യന്, ഇനി ഈ പുള്ളി എൻ്റെ വല്ലവരും ആയിരിക്കുമോ, എൻ്റെ പോലത്തെ ഒരു ഷേപ്പൊക്കെ അല്ല, ശരിയല്ലേ? ഒരു ഓർഫൻ കുഞ്ഞ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഒരു ഓർഫൻ കുഞ്ഞ് ഓരോരുത്തരെ കാണുമ്പോഴും ഇനി ഏതെങ്ങാനും എൻ്റെ ഒപ്പം ആയിരിക്കുമോ എന്ന് ചിന്തിക്കും. നിങ്ങൾ ആ കുഞ്ഞിനോട് ഇച്ചിരി അധികം വർത്താനം പറയാന്ന് വെച്ചാൽ സ്നേഹത്തിൽ, അപ്പൊ ആ കൊച്ചു ചോദിക്കും, ശരിക്കും എൻ്റെ പപ്പായാണോ, എൻ്റെ അമ്മയാണോ ഇത് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചെന്നിരിക്കും. കാരണം അവന്റെ മനസ്സിൽ മുഴുവൻ അതാണ്. ഇനി ഈ പ്രാചീന മതങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നതിലേക്ക് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ലോകത്തിൽ 2 തരത്തിലുള്ള മതങ്ങളാണുള്ളത്. ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു സെക്യുലർ വേൾഡ് കാണുന്ന വിധത്തിലാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 തരത്തിലുള്ള മതങ്ങൾ ആണ് ലോകത്തിലുള്ളത്. ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ള, ഞാൻ വേണമെങ്കിൽ ഇനിയും പിന്നീട് പറയാം. മതങ്ങളെന്ന് വിളിക്കുന്നത് ദൈവാന്വേഷണ മാർഗങ്ങളാണ്. ചില പ്രത്യേക കാഴ്ചപ്പാടിൽ ഊന്നി നിന്ന് ചില ഗ്രന്ഥങ്ങളൊക്കെ അടിസ്ഥാനമാക്കി ചില നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ അവരുടെ പ്രബോധകരുടെയൊക്കെ പാദപിഞ്ചെന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മാർഗമാണ്. അതുകൊണ്ടാണ് മാർഗം ഏതായാലും കുഴപ്പമില്ല, മനുഷ്യനൊക്കെ നന്നായ പോരെ എന്നൊക്കെയുള്ള ചൊല്ലുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അതൊരു ചൊല്ലല്ല, ശ്രീനാരായണന്റെ വാക്കാണത്. അപ്പൊ അങ്ങനെ കരുതാൻ കാരണം ദൈവാന്വേഷണ മാർഗങ്ങൾ എന്നുള്ള ഒരു ജനറൽ കാറ്റഗറിയിൽ മതങ്ങളെ കാണുന്നത് കൊണ്ടാണ്. ക്രിസ്ത്യാനിറ്റി അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ക്രിസ്തു ഗാത്രത്തിൽ ബഡ് ചെയ്യപ്പെട്ട് അവിടെ വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകളിലേക്ക് ഒരു 5, 6, 7 എപ്പിസോഡുകളിലേക്കൊക്കെ നിങ്ങളൊന്ന് പോകാൻ കഴിയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടല്ലോ. അപ്പം ക്രിസ്ത്യാനിറ്റി ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഒരു മതത്തെ സംബന്ധിച്ച് മതം എന്നുള്ള കാഴ്ചപ്പാടിൽ മാറി നിന്ന് ഒരു സെക്യുലർ വേൾഡിൽ നോക്കിയാൽ ലോകത്തിൽ 2 തരം മതങ്ങളാണുള്ളത്. ഒന്ന് നാച്ചുറൽ റിലീജിയൻസ് ആണ്, പ്രകൃതിജന്യ മതങ്ങൾ എന്ന് വേണേൽ പറയാം. പ്രകൃതി ദത്ത അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രകൃതി സ്വഭാവമുള്ള എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആണ് ഈ നാച്ചുറൽ റിലീജിയൻ എന്ന് പറയുന്നത്. നാച്ചുറൽ എന്നുള്ള സാധാരണ മറ്റേ അർത്ഥത്തിലല്ല, നേച്ചർ റിലീജിയൻ എന്ന് പറയും. രണ്ടാമത് റിവീൽഡ് റിലീജിയൻസ് ആണ്, വെളിപ്പെടുത്തപ്പെട്ടതുകൊണ്ട് വിശ്വസിക്കുന്ന റിലീജിയൻസ്. ഒന്നാമത്തെ കാറ്റഗറി എന്താണ്? നാച്ചുറൽ റിലീജിയൻസ് ആണ്. ഇതെങ്ങനെയാണ്? ഈ പ്രാചീന ഗോത്ര സംസ്കാരങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള പലതരത്തിലുള്ള ഈ മതസങ്കല്പങ്ങളുടെ ഒക്കെ അകത്ത് ഇതുണ്ട്. ഞാൻ ഇത് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തെ താഴ്ത്താനോ ഒന്നുമല്ല, പകരം അതെന്താണെന്നും അതിനോട് അർഹിക്കുന്ന ബഹുമാനത്തോടെയും ഒക്കെ തന്നെയാണ് പറഞ്ഞത്. നമ്മളത് പൂർത്തീകരിക്കുമ്പോൾ അത് പിടികിട്ടിക്കൊള്ളും. ഇതെങ്ങനെയാണ് ദൈവസങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഗോത്രം, കാട്ടിൽ ജീവിക്കുന്ന പ്രാകൃതരായ ഒരു ജനം, ഇവർക്ക് ഈ ദാഹമുണ്ട്. ദൈവം എങ്ങനെയിരിക്കും, ആരായിരിക്കും എൻ്റെ ദൈവം, ഈ ദൈവം എന്നോട് സംസാരിക്കുവോ, ഞങ്ങളോട് കണ്ടുമുട്ടാൻ ഇനി നമ്മളെ ഭയപ്പെടുത്തുമോ, നമ്മളെങ്ങാനും കൊല്ലുവോ, നമ്മളെ സൃഷ്ടിച്ചത് പോലെ തന്നെ നമ്മളിനി കൊല്ലുവോ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി ഭയങ്ങളും ആശങ്കകളും ഒക്കെയുണ്ട്. പക്ഷെ ഇവർക്ക് അറിയാവുന്ന എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കൊച്ചു ഓരോരുത്തരെ കാണുമ്പോഴും ഇതിന് എൻ്റെ അപ്പന്റെ ചായ ഉണ്ടോ എന്ന് നോക്കുന്നത് പോലെ ഓരോ കാര്യം കാണുമ്പോഴും ഇതെങ്ങാനുമാണോ ദൈവം, അതെങ്ങാനുമാണോ ദൈവം, ദൈവം ഇനി ഇങ്ങനെയായിരിക്കും എന്നൊരു തോന്നൽ ഈ മനുഷ്യന്റെ ഉള്ളിലുണ്ടാവും. അപ്പോഴാണ് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ദിവസം ഇവനിങ്ങനെ കാട്ടിലൂടെ നടക്കുന്നു കരുതുക, രാത്രിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ആ സമയത്ത് ശക്തമായ ഒരു ഇടിമിന്നൽ ഭൂമിയിലേക്ക് വരുന്നു. അത് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൽ ഇടിക്കുന്നു, മരം മുഴുവൻ കത്തിച്ചാമ്പലാകുന്നു. ഈ ഗോത്രത്തിലെ ഈ പ്രാചീന മനുഷ്യൻ ഭയന്ന് വിറച്ചു നിൽക്കുന്നു. എന്ത് അത്ഭുതമാണിത്! ഇത്രയും മുകളിൽ നിന്ന് ഇതുപോലെ ശക്തിയുള്ള ഒരു 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 അഗ്നി ഇങ്ങനെ ഇറങ്ങി വരണമെങ്കിൽ അത് മനുഷ്യൻ ഭൂമിയിൽ നിന്നുമല്ല, അത് മുകളിൽ നിന്നാണ്. ഇനി ഇതായിരിക്കുമോ ദൈവം? ഈ ദൈവമാണ് ഇനിയിപ്പോ ഈ വന്നത് എന്നവൻ ആലോചിക്കാൻ തുടങ്ങും. അങ്ങനെ അവൻ അവയെ ദൈവമെന്ന് വിളിക്കാൻ തുടങ്ങും. ഈ ഗ്രീക്ക് പുരാണങ്ങളിലൊക്കെ ഉള്ള സിയൂസ് ദേവൻ, ഇടിമിന്നൽ ദേവനൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. ഭാരത കാഴ്ചപ്പാടുകളിലും അങ്ങനത്തെ ദൈവസങ്കല്പങ്ങളുണ്ട്. ധനുസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, വില്ല്, അമ്പ് അങ്ങനെ തുടങ്ങുന്ന പദങ്ങളൊക്കെ ഉപയോഗിച്ചും മഴയുമായി ബന്ധപ്പെടുത്തിയൊക്കെയുള്ള ദൈവസങ്കല്പങ്ങൾ ഉണ്ട്. അത് പ്രാചീന മതങ്ങളുടെ ഒക്കെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതിന് ദൈവമായിരിക്കുമോ എന്ന് കരുതിയിട്ടാണ് അവർ അവയെ ദൈവത്തെ പോലെ കാണാനും ദൈവത്തെ ദൈവമായി കണ്ട് ആരാധിക്കാനും ഒക്കെ തുടങ്ങുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ മനുഷ്യൻ അവൻ നോക്കുമ്പം എല്ലാം കൂടെ ഒരു ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുമെന്ന് വിചാരിച്ചു.
ഒരു പാമ്പ് എഴഞ്ഞു വന്നിട്ട് ഒരാളെ കടിച്ചു. ആള് നിലവിളിക്കുന്നു. ഇവർ നോക്കുമ്പോഴേക്കും ഒരു പാമ്പ് എഴഞ്ഞു പുറത്തേക്ക് പോകുന്നു. ഈ മനുഷ്യൻ ശരീരമൊക്കെ ആകെ നീലക നിറമൊക്കെ ആയി പടഞ്ഞ് മരിക്കുന്നു. ഇവന് മനസ്സിലായി ഇതൊരു സാധാരണ ജീവി ആയിരിക്കില്ല, ഇത്രയും ശക്തിയുണ്ട്. ഇവൻ വന്ന് തൊട്ടാ പിന്നെ കഥ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കുമോ ഇനി ദൈവം? അങ്ങനെയാണ് നാഗദൈവ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവ ഇനി ദൈവമാണോ എന്ന് ചിന്തിക്കാൻ. ഇനി അതുപോലെ ഭയങ്കര ശക്തമായ കാറ്റ്, എന്ത് ഫോഴ്സാണത്, തടഞ്ഞു നിർത്താൻ ആർക്കും പറ്റില്ല. കൊടുങ്കാറ്റ്, നമ്മൾ തടഞ്ഞു നിർത്തിയാലോ നിൽക്കൂ. അപ്പൊ ഇനി ഈ വായു ഇനി ദൈവമാണോ, അതൊരു ഭഗവാനാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ അവ ദൈവമാണ് എന്ന് കരുതി അവയെ ദൈവമായി കാണാനും ആരാധിക്കാനും ഒക്കെ തുടങ്ങും. നോക്കുമ്പോഴാണ് സൂര്യൻ, നോക്കുക, ആകാശത്തോടെയാണ് ഇവന്റെ സഞ്ചാരം. ഇതൊരു മനുഷ്യന്റെ കയ്യിൽ നിൽക്കുന്നതല്ല, നമുക്കാർക്കും തടയാൻ പറ്റില്ല. പോരാത്തിന് വലിയ ചൂടും വെളിച്ചം തൂവിക്കൊണ്ട് ഇതിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് യാത്ര ചെയ്യാണ്. എന്നിട്ട് പിന്നെ കാണാണ്ടാവും. പിന്നെ ദിവസം നോക്കുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഇത് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് അപ്പുറത്ത് വീണ്ടും യാത്ര ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്. മിക്കവാറും അങ്ങനെയാണെങ്കിൽ ഈ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന അതായിരിക്കും ദൈവം. അങ്ങനെയാണ് സൂര്യനെ ദൈവമായി, സൂര്യനെ ഭഗവാനായി കാണാനും ആരാധിക്കാനും ഒക്കെ തുടങ്ങുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിലുള്ള ശക്തികളെ ചിലപ്പോൾ പർവ്വതങ്ങളായിരിക്കും. അങ്ങനെയാണ് ഗിരി ദൈവങ്ങൾ ഉണ്ടാകുന്നത്. ഗിരികൾ തന്നെ ദൈവങ്ങളാകുന്നതും ഗിരികളുമായി ബന്ധപ്പെട്ട ദൈവങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ മനുഷ്യൻ ഈ പ്രകൃതിയിൽ കണ്ടിട്ടുള്ള വലിയ ശക്തികളെയൊക്കെ ദൈവമായി പേഴ്സോണിഫൈ ചെയ്യുകയും അവയൊക്കെ ഒരു ദൈവ വ്യക്തിയായിട്ട് രൂപീകരിക്കുകയും അവയെക്കുറിച്ച് സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും കഥകളും ഉണ്ടാവുകയും അവയെ കൂട്ടിച്ചേർത്ത് ഉപകഥകൾ ഉണ്ടാവുകയും അങ്ങനെ അവ ഒരു 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 മത രൂപം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രാചീന മതങ്ങളിൽ നമ്മൾ കാണും, അഥവാ നാച്ചുറൽ റിലീജിയൻസിൽ കാണും. അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവയെ സോഷ്യോളജിസ്റ്റുകളൊക്കെ നാച്ചുറൽ റിലീജിയൻ എന്ന് വിളിക്കുന്നത്. നേച്ചറിൽ ദൈവത്തെ കണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആളുകളെന്ന്. നമ്മളിത് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നാവുന്ന ഒരു കാര്യം എന്താണ്? അയ്യേ, അത് ഭയങ്കര മോശമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. സത്യത്തിൽ അതിനെ മോശമെന്ന് പറയാൻ പറ്റുമെന്നാണ് എനിക്ക് അടുത്ത് പറയേണ്ടത്. സത്യത്തിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചെയ്യുന്നത് വെറുതെ ഒരു എന്താ പറയാ, ഒരു സങ്കല്പത്തെ ആരാധിക്കലോ അല്ലെങ്കിൽ അവരൊരു ദൈവത്തെ ഉണ്ടാക്കി അങ്ങ് ആരാധിക്കലോ അല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ ബോർഡിൽ എഴുതി ക്ലാസ് എടുക്കുക. നിങ്ങളൊക്കെ ആ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കും. എന്നിട്ട് നമ്മളെല്ലാവരും പിരിഞ്ഞു പോയി. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നത്, നിങ്ങളെല്ലാം കൂടെ തിരിച്ചാൽ ക്ലാസ്സിൽ വന്നു. അപ്പൊ നമ്മൾ എഴുതിയിട്ടതൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നു, മാറ്റൊന്നും ഇല്ലാതെ ബോർഡൊക്കെ ഇരിക്കുന്നു, ആ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് എന്തോർക്കും? എന്നെ ഓർക്കും അല്ലെ? എന്നെ കണ്ടിട്ടില്ല, ഞാൻ എഴുതിയ വാക്കുകളെ കണ്ടിട്ടുള്ളൂ, അല്ലെ ആ ബോർഡിൽ വരച്ച പടങ്ങളോ അതൊക്കെ കണ്ടിട്ടുള്ളൂ. അത് കാണുമ്പോൾ എന്നെ ഓർക്കും ഞാനാണോ അത് ഞാനല്ല. പക്ഷെ എൻ്റെ എന്തൊക്കെയോ അവയിലുണ്ട്, എൻ്റെ ഏതൊക്കെയോ തരത്തിലുള്ള സാന്നിധ്യം അവയിലുണ്ട്. അത് കണ്ടതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഓർത്തത്. എന്നതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച പൂർണ്ണശക്തനും പൂർണ്ണ പ്രാഭവമുള്ളവനും പൂർണ്ണ നന്മയുമായ ദൈവത്തിന്റെ വ്യക്തിത്വവും ദൈവത്തിന്റെ ഛായയും ഈ സൃഷ്ട പ്രപഞ്ചത്തിലുണ്ട്. അത് കാണുന്ന ഒരാൾ ദൈവത്തെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ദൈവത്തെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോ അവയെ കണ്ട് ദൈവത്തിലേക്ക് നോക്കുക എന്നതാണ് നാച്ചുറൽ റിലീജിയൻസ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിലെ ശക്തികളെ, ദൈവത്തിന്റെ മുഖം കണ്ട്, ദൈവത്തിന്റെ ശക്തി കണ്ട്, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു വളരെ പ്രസിദ്ധമായ ഒരു ശില്പം കാണുന്നു വിചാരിച്ചു. വെറുതെ ഒരു ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം പോയപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാച്യു കാണാനായിട്ട് ഞങ്ങൾ പോയി. അത് കണ്ട ഞങ്ങൾ എല്ലാവരും ഓർത്തത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. ചിത്രം മറ്റൊരാളുടേതാണ്, പക്ഷെ അതിന് കാരണക്കാരായ ഒരാളെയാണ് നമ്മൾ ഓർക്കുന്നത്. എന്നതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ വലിയ ശക്തികളെ, അധികാരത്തെ ഒക്കെ കാണുന്ന ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് നോക്കിപ്പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇനി അങ്ങനെ നോക്കിപ്പോകുന്ന ഒരു കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അതിനൊരു കുറ്റമെന്ന് വിളിക്കാനും പറ്റില്ല. കാരണം അവയിൽ യഥാർത്ഥ ദൈവത്തിന്റെ ഛായ തന്നെ പതിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് കുഴപ്പം എന്താണ്? അവിടെ ഛായയേ ഉള്ളൂ. ആ ഛായയിൽ തടഞ്ഞു നിൽക്കാതെ ആ ഛായയിലൂടെ യഥാർത്ഥ ദൈവത്തിലേക്ക് കുറച്ചുകൂടെ ദീർഘമായി നോക്കണം. അവിടെ നീ ആ ദൈവത്തെ കണ്ടെത്തും എന്നതാണ് അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യം.
ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് അതിനകത്തൊരു തെറ്റുമില്ല എന്ന് തന്നെ നമ്മൾ പറയണം. അത് സ്വാഭാവികമാണ്. ഇനി അത് ഈ പ്രപഞ്ചം ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണ്? ദൈവം തന്നെ തന്റെ ഹൃദയത്തിൽ നിന്നാണല്ലോ അവയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അഥവാ താനാണല്ലോ പിന്നെ വിഭാവനം ചെയ്തത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ദൈവം ചെയ്തേക്കുന്ന സത്യത്തിൽ എന്താണ്? ദൈവം ചെയ്തിരിക്കുന്നത് ഒരു ആത്മാവിഷ്കാരമാണ്. ഒരു ആർട്ടിസ്റ്റ്, ഇപ്പൊ ഞാൻ ഒരു പടം വരച്ചു, ഒരു പെയിന്റിങ് വരച്ചു വിചാരിച്ചു, പെയിന്റിങ് ചെയ്തു. ആ പെയിന്റിങ് ഞാനിങ്ങനെ ഉണങ്ങാൻ വെച്ചേക്കുവോ. അപ്പൊ ആ നേരത്ത് നിങ്ങൾ വന്നിട്ട് ഹായ് നല്ല കാർപ്പറ്റ് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ കാലൊക്കെ തൂത്തിട്ട് പെരയ്ക്കകത്തോട്ട് കയറി വരാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ കൈ കിട്ടുന്നിടത്ത് നിങ്ങൾ ഇടിക്കും. അപ്പൊ ആ ചോദിക്കുക, എന്റെ അച്ഛ ആ പേപ്പറും ചില മഷിയാണോ അച്ഛന് വലുത്, അതോ എന്റെ തലയാണോ വലുത് എന്ന് നിങ്ങൾ ചോദിക്കുമോ എന്ന് വിചാരിച്ചു. അല്ലെ, ഞാൻ പറയും നിങ്ങളുടെ തലയിടിച്ചു പൊട്ടിക്കും. കാരണം ഞാൻ കഷ്ടപ്പെട്ട് വരച്ച പടം. എന്താ അതിന്റെ പ്രശ്നം? ഇതൊരു കഷ്ണം പേപ്പറും ഒരു കഷ്ണം കുറച്ച് ചായയോ അല്ല, പകരം എന്റെ ആത്മാവിഷ്കാരമാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള ഒരു കാര്യത്തെ അതിൽ ആവിഷ്കരിച്ചതാണ്, അല്ലാണ്ട് കുറച്ച് പെയിന്റ് അല്ല അത്. എന്നതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവിഷ്കാരമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അതുകൊണ്ട് ദൈവം തന്റെ ആത്മാവിഷ്കാരം നടത്തിയിരിക്കുന്നവയെ കാണുന്ന ഒരാൾ സ്വാഭാവികമായും ആ ദൈവത്തിലേക്ക് പോകണം. അപ്പൊ അങ്ങനെ മനുഷ്യവംശത്തിന് ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ, പ്രപഞ്ചത്തെ മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമുക്കതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞതാണ് ഇവിടെ. ഈ പ്രപഞ്ചത്തിലേക്കും ഇതിലെ ചില കാര്യങ്ങളിലേക്കൊക്കെ നോക്കിയാൽ അതിന്റെ സൃഷ്ടാവിനെ കാണാൻ പറ്റും. അങ്ങനെ കാണാൻ ശ്രമിക്കുന്ന മതങ്ങളെയാണ് നാച്ചുറൽ റിലീജിയൻസ് എന്ന് വിളിക്കുന്നത്. അതാണ് ലോകത്തിലുള്ള ഭൂരിഭാഗം മതങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. ദൈവത്തെ ഈ പ്രപഞ്ചത്തിലൂടെ ദർശിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സൃഷ്ടാത്മാവിലൂടെ ദൈവത്തെ ദർശിക്കാൻ ശ്രമിക്കും. ഇത് രണ്ടുമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയും. രണ്ട് സോഴ്സസിനെ കുറിച്ച് പറയും. തന്നിലൂടെ തന്നെ. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയും. ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ദൈവമുണ്ട്, എന്നെ ദൈവത്തെ കാണാൻ പറ്റും. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ അതിലോട്ട് നോക്കിയാൽ എനിക്ക് ദൈവത്തെ കാണാൻ പറ്റും എന്നുള്ള സങ്കല്പത്തിലൂടെയൊക്കെയാണ് അങ്ങനെ. അപ്പൊ പ്രപഞ്ചത്തിലൂടെയും എന്നിലൂടെയും മറ്റു മനുഷ്യരിലൂടെയും അങ്ങനെ പല കാര്യങ്ങളിലൂടെ ദൈവത്തെ മനുഷ്യന് കാണാൻ പറ്റും. അതൊരു സത്യമാണ്. അതുകൊണ്ടാണ് CCCയിൽ നമ്മളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്, മനുഷ്യന് CCC 31 ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനും അവിടുത്തെ അറിയാനും സ്നേഹിക്കാനുമായി വിളിക്കപ്പെട്ടവനുമായ ദൈവാന്വേഷിയായ മനുഷ്യന് ദൈവത്തെ അറിയുന്നതിനുള്ള ചില മാർഗങ്ങൾ അവൻ കണ്ടെത്തുന്നു. മനുഷ്യന് പ്രപഞ്ചത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവത്തെ അവന്റെ അന്വേഷണം വഴി പൂർണ്ണമായും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അറിയാൻ കഴിയും എന്ന് തിരുസഭ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പ്രാരംഭ ദശയെക്കുറിച്ച് പറയുന്ന 3-ാമത്തെ പാരഗ്രാഫ്, ഡേവിഡ് മൂന്നാമത്തെ പാരഗ്രാഫിനകത്ത് നമ്മൾ ഈ കാര്യം വായിക്കും. മനുഷ്യന് ഉറപ്പോടുകൂടെ ദൈവത്തെ അറിയാൻ പറ്റും അവന്റെ അന്വേഷണത്തിൽ, എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇടപെടലും കൂടാതെ അവന് തന്നെ അന്വേഷിച്ച് ദൈവത്തെ ഉറപ്പോടുകൂടെ, എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടെ അറിയാൻ പറ്റും. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പിന്നീട് പറയാൻ കിടക്കുന്നതാണ്, വിശദമായിട്ട് സൂചിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ദൈവത്തെ അറിയാൻ പറ്റും. ഇങ്ങനെ പറയുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണ്? അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഇങ്ങനെ പറയുമ്പോൾ പ്രശ്നം എന്താണ്? മനുഷ്യന് അവന്റെ ബുദ്ധി കൊണ്ട് ഈ പ്രപഞ്ചത്തെ നോക്കിയോ അല്ലെങ്കിൽ ആത്മാവിലോട്ട് കാതോർത്തോ ഒക്കെ അവന് ദൈവത്തെ അന്വേഷിക്കാൻ പറ്റും, ദൈവത്തെ കാണാനുള്ള ശ്രമം നടത്താൻ പറ്റും, ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ പറ്റും, ദൈവത്തെക്കുറിച്ച് സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഐതിഹ്യങ്ങൾ എഴുതാൻ പറ്റും, ദൈവത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ എഴുതാൻ പറ്റും, ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യുമ്പോൾ അവൻ ദൈവത്തെ അറിയും. പക്ഷേ ദൈവത്തെ അവൻ അറിഞ്ഞു എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മുടെ ഉദാഹരണമൊക്കെ പറയാം. ഞാൻ ആരാണെന്ന് അറിയാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വന്ന് നോക്കുന്നു, ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, മിക്കവാറും അച്ഛനായിരിക്കാനാണ് സാധ്യത. കണ്ടിട്ട് ഇത്ര പ്രായമുണ്ടെന്ന് തോന്നുന്നു, തൂക്കി വെക്കഴിഞ്ഞാൽ എത്ര കിലോ കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതൊക്കെ അറിയാൻ പറ്റും, ഇതൊക്കെ ശരിയാണ്, ശരിയായ അറിവുകളുമാണ്. പക്ഷെ ഇതെല്ലാം കൂട്ടിച്ചേർത്താലും അത് ഞാനാണോ, അത് ഞാനായോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആയിട്ടില്ല എന്നായിരിക്കും. ഇതൊക്കെ നമുക്ക് എന്റെ ചുറ്റിനും നടന്ന് നോക്കാൻ പറ്റും, തൂക്കി നോക്കാൻ പറ്റും, അങ്ങനെയൊക്കെ കണ്ടറിയാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. ആ ഒരു പരിധി വരെ മനുഷ്യന് പോകാം. ദൈവത്തെ അവന്റെ ബുദ്ധി കൊണ്ട് അവൻ അന്വേഷിച്ച്, തെയോഡസി ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന, അവന് ദൈവത്തെ അറിയാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. അവിടം വരെ അവന് ദൈവത്തെ കാണാം, ദൈവത്തെക്കുറിച്ച് ഗ്രഹിക്കാം. പക്ഷെ അതിനപ്പുറത്തുള്ള ഒരു പരിധി അവന്റെ കയ്യിൽ നിൽക്കുന്നതല്ല. ആ പരിധി ഇനി എന്താ ചെയ്യാൻ പറ്റുകയെന്നറിയാമോ? ആ പരിധി മറുവശത്തിന്റെ അവകാശമാണ്, അധികാരമാണ്. അതായത്
ഇപ്പൊ ഉദാഹരണം, നിങ്ങൾ എന്നെ കാണാൻ ശ്രമിക്കുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് കണ്ടെത്തുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതുന്നു, അച്ഛൻ ഇങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഞാൻ എന്നെക്കുറിച്ച് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, എൻ്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, ഞാൻ ആന്തരികമായി ശരിക്കും എങ്ങനെയാണ്, നിങ്ങൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിയാലും ഞാൻ ശരിക്കും ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത് ഒരു പരിധി വരെയാണ്. ഇനി അതിന്റെ മുകളിലേക്കുള്ളത് ഞാൻ തന്നെ വിശദീകരിക്കണം, അഥവാ വെളിപ്പെടുത്തണം. മനുഷ്യന് ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള അവന്റെ യാത്രയ്ക്ക് ഒരു ബോർഡർ ലൈൻ ഉണ്ട്, ഒരു ചക്രവാളമുണ്ട്. അവിടെ വരെ അവൻ ഏത് നാച്ചുറൽ ലീജിയനും ഏതൊരു ഇന്റലക്ച്വൽ ഗോഡ് സീക്കർക്കും ദൈവത്തെ അന്വേഷിക്കാം. പക്ഷെ അതൊരു പരിധിയിൽ നിൽക്കും. ഇനി അതിന്റെ അപ്പുറത്തേക്ക് പൂർണ്ണതയിൽ ദൈവം ആരാണ് എന്ന് അറിയണമെങ്കിൽ ആ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തണം. ആ ദൈവം തന്നെ തന്റെ മുന്നിലുള്ള മറ നീക്കണം. അങ്ങനെ നീക്കിയിട്ട് മകനെ ഇതൊക്കെയാണ് ഞാൻ എന്ന് നമുക്ക് വെളിപ്പെടുത്തണം. ആ വെളിപ്പെടുത്തലിന്റെ പേരാണ് ദൈവാവിഷ്കരണം. ആ വെളിപ്പെടുത്തലിന്റെ പേരാണ് ദൈവാവിഷ്കരണം. ആ വെളിപ്പെടുത്തലിനെയാണ് വെളിപാട് എന്ന് വിളിക്കുന്നത്. അഥവാ ആ വെളിപ്പെടുത്തൽ ദൈവം എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? വചനം തന്നെയാകുന്ന, തന്റെ കൂട്ടായ്മയാകുന്ന, സത്തയിൽ തുല്യനായ മിശിഹായെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയത്. മറ്റു മതങ്ങളുടെ സങ്കല്പങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ദൈവം ചില കാര്യങ്ങളൊക്കെ ഇങ്ങ് പറഞ്ഞു കൊടുത്തു, അങ്ങനെ വെളിപ്പെടുത്തും. അങ്ങനെയല്ല ദൈവം വെളിപ്പെടുത്തുന്നത്. ദൈവം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്, തന്റെ ചില വാക്കുകളല്ല വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവം ചില വചനങ്ങൾ അയക്കുകയല്ല ചെയ്യുന്നത്, പകരം വചനം തന്നെയായ ദൈവം മനുഷ്യ അവതാരമെടുക്കുന്നതാണ് ദൈവത്തിന്റെ ആത്മാവിഷ്കാരം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിഷ്കാരം എന്താണെന്ന് ചോദിച്ചാൽ അത് അവതാരം ചെയ്ത മിശിഹായാണ് എന്നാണ് അതിന്റെ ഉത്തരം. അതാണ് ക്രിസ്ത്യാനിറ്റിയെ യുണീക്കാക്കുന്നത്. ദൈവം തന്നെ തുറന്നു കാണിച്ച, വെളിപ്പെടുത്തിയ ആ വചനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡുകളിലൊക്കെ പഠിക്കാൻ പോകുന്നത്. ഞാനിന്ന് പറഞ്ഞതിന്റെ രത്നചുരുക്കം ഇതാണ്. ദൈവത്തെ അറിയുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു വലിയ ഡീപ്പ് മോസ്റ്റ് എന്ന് പറയാവുന്ന ഡിസയർ ആണ്. അതവൻ തേടിക്കൊണ്ടേയിരിക്കും. അത് മനുഷ്യോൽപത്തി മുതൽ അത് തേടിക്കൊണ്ടിരിക്കുന്നു. അവൻ വിവിധ രീതികളിൽ ദൈവത്തെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ അവൻ ദൈവത്തെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. അവന്റെ ബുദ്ധിയും യുക്തിയും അന്വേഷണവും വെച്ച് അവൻ ദൈവം ഉണ്ടെന്നും ആ ദൈവം ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്നൊക്കെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. ആ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും നന്മയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ഒക്കെ ഇപ്പൊ വേദോപനിഷത്തുകളിലൊക്കെ ദൈവത്തിന്റെ ഈ വലിയ ശക്തിയെക്കുറിച്ചും ദൈവത്തിന്റെ നന്മയെക്കുറിച്ചും ഒക്കെ പറയുന്നത് മനുഷ്യന്റെ കണ്ടെത്തലുകളിലൂടെയാണ്, അഥവാ അവന്റെ ആത്മാവിൽ അവൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങളിലൂടെയാണ്. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ദൈവം തന്നെ പറയുകയാണ്, മക്കളെ ഇതാണ് എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി, ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്, എൻ്റെ ഉള്ള് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയുള്ള ദൈവമാണ്, നീ കരുതുന്നത് പോലെയല്ല, എൻ്റെ ഹിതങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയായിരിക്കും ദൈവം, ഞാൻ കാരുണ്യവാനായ ദൈവമാണ്, ഞാൻ ഇങ്ങനെയായിരിക്കുന്ന ദൈവമാണ്, ഞാൻ നിങ്ങളോട് കമ്പാഷനേറ്റ് ആയിരിക്കുന്ന ദൈവം, ഞാൻ മനുഷ്യാവതാരം, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയായി അർപ്പിക്കുന്ന ദൈവം, ഇങ്ങനെ തുടങ്ങി താൻ ആരാണ് എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇനി താൻ ആരായിരിക്കുന്നുവെന്ന് ദൈവം വെളിപ്പെടുത്തുമ്പോൾ അതിനൊരു മറുവശം കൂടിയുണ്ട്. ആ വെളിപ്പെടുത്തൽ സ്വീകരിക്കുന്ന, ഇതുവരെ എന്നെ അന്വേഷിച്ച് നടന്ന നീ ആരാണെന്നും അപ്പോഴാണ് വെളിപ്പെടുക. ഇതൊരു ഭയങ്കര കാര്യമാണ്. നീ ആരാണെന്നും അപ്പോഴാണ് വെളിപ്പെടുക. ഒരു പിതാവ് വന്ന് ഈ ഓർഫനായ ചൈൽഡിനോട് പറയുകയാണ്, മകനെ ഞാനാണ് നിന്റെ അപ്പൻ എന്ന് പറയുകയാണ്. അങ്ങനെ വെളിപ്പെടുത്തുമ്പം ഈ അപ്പൻ മാത്രമല്ല വെളിവാകുന്നത്, ഇവൻ ആരാണെന്നും കൂടിയാണ് വെളിവാകുന്നത്. ഈ വെളിപ്പെടുത്തുന്ന അപ്പൻ ഒരു കളക്ടറാണെന്ന് കരുതുക. കളക്ടർ വന്ന് പറയുകയാണ്, മകനെ സത്യത്തിൽ ഞാൻ ഇതുവരെ മറച്ചു വെച്ചു, ഞാനാണ് നിന്റെ അപ്പൻ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവന്റെ അപ്പൻ അവന് തന്നെ വെളിപ്പെടുത്തുന്നത് മാത്രമല്ല, ഇവൻ ആരാണ് എന്നതും കൂടിയാണ് മാറ്റം വരുന്നത്. അവൻ അപ്പോൾ മുതൽ കളക്ടറുടെ മോനായിട്ട് മാറുകയാണ്. ഒരനാഥനായിരുന്ന അവന്റെ ജീവിതവും കാഴ്ചപ്പാടുകളും അവന്റെ ജീവിത സാഹചര്യങ്ങളും അവന്റെ ഭാവിയും സകലതും മാറി മറിയുകയാണ്. അതാണ് ദൈവിക വെളിപാടിന്റെ ഡെപ്ത്. അതുകൊണ്ട് ദൈവിക വെളിപാടിനെ കുറിച്ച് പഠിക്കുമ്പം അത് ദൈവം ആരാണെന്ന് മനസ്സിലാകുക മാത്രമല്ല, നമ്മൾ ആരാണെന്നും കൂടെ മനസ്സിലാവും. ആ ഒരു പഠന യാത്രയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ആ ഒരു യാത്രയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അച്ഛന്റെ വലിയ പ്രതികൂല ആരോഗ്യ
അവസ്ഥയിലും അച്ഛൻ കാണിക്കുന്ന തീക്ഷ്ണത ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ദൈവവചനത്തെ കുറിച്ച് പറയുന്നിടത്തെല്ലാം റേമ അതോടൊപ്പം ലോഗോസ് എന്നീ 2 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ വ്യത്യാസത്തെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു. ഒന്ന് ഭാഷാപരമായ പ്രത്യേകതകളും ന്യൂആൻസസും ഒക്കെയാണുള്ളത്. ഈ ലോഗോസ് എന്ന് പറയുന്നത് ഈ ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്നും വിശുദ്ധ യോഹന്നാൻ കണ്ടെടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം എന്ന ഒരു എക്സ്പ്രഷനാണ്. ഇതിനൊരു വലിയ പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വിശുദ്ധ യോഹന്നാൻ ഗ്രീക്ക് പശ്ചാത്തലം കൂടെയുള്ള വിജാതീയ ജനത്തിന് ഈ മിശിഹായെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സങ്കേതം കൂടിയാണ് ഈ വാക്കിന്റെ ഉപയോഗം. ഇത് സത്യത്തിൽ ഒരു സ്ക്രിപ്ചറൽ വാക്കിന് മുൻപേ തന്നെ അതൊരു ഗ്രീക്ക് ഫിലോസഫിക്കൽ ഇന്റലക്ച്വൽ പദമാണ്. അതിന്റെ കൃത്യമായ അർത്ഥം അന്വേഷണം, പഠനം എന്നൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബയോസ് പ്ലസ് ലോഗോസ് ആണ് ബയോളജി. അപ്പം ലോഗോസ് എന്ന് പറഞ്ഞാൽ പഠനശാഖ എന്ന് തുടങ്ങുന്ന അർത്ഥങ്ങളൊക്കെയാണ് അതിനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് എടുത്ത ഒരു വേർഡ്, ആ വേർഡിന് വളരെ ഡീപ്പറായിട്ടുള്ള ചില അർത്ഥതലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കോഴ്സ്, വചനം, വാക്ക്. ഇവരുടെ തർക്കശാസ്ത്രത്തിനകത്തൊക്കെ വളരെയധികം ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു പദമാണ് ഇപ്പൊ ലോജിക്ക്, ലോഗോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വിശുദ്ധ യോഹന്നാൻ ഈ വാക്കിനെ ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിലൂടെ ശരിക്കും യോഹന്നാൻ ചെയ്യുന്നത് എന്താണ്? ഈ ലോഗോസ് എന്ന് പറയുന്ന വചനം അതിന്റെ ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള അർത്ഥത്തിൽ മാത്രമാണ് ലോകം ഇതുവരെ മനസ്സിലാക്കിയത്. ഏറ്റവും ഇന്റലക്ച്വൽ വേൾഡ് ആയിരിക്കുന്ന ഗ്രീക്ക് ബുദ്ധിജീവി സമൂഹം അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ അർത്ഥത്തിലാണ് എന്നും അതിൻ്റെയും അപ്പുറത്തുള്ള, അതിൻ്റെയൊക്കെ ഉറവിടമായ നിത്യം നിലനിൽക്കുന്ന വിജ്ഞാനം കൂടിയായ ദൈവത്തോടൊപ്പം തന്നെയുള്ള ആ ദൈവത്തെക്കുറിച്ച്, സകല സൃഷ്ടിയുടെയും ഉടമയായ ദൈവം, അവിടുന്നാണ് സകല ജ്ഞാനത്തിന്റെയും ഉറവിടം എന്നുള്ളതിനാലൊക്കെ അതിലേക്ക് ആ വാക്കിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇത് നമ്മള് ഈ ഒരു രീതി ചില പ്രാചീന മതങ്ങളിൽക്കകത്ത് പോലും കാണും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ശബ്ദം എന്ന് പറയുന്ന വാക്ക്, ആദി ശബ്ദ എന്നൊക്കെ നമ്മൾ ഭാരത പശ്ചാത്തലത്തൊക്കെ നമ്മൾ കേൾക്കുകയാണ്. അതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഈ വചനമാകുന്ന മിശിഹായെ കുറിച്ചൊക്കെയുള്ള ഒരു ഇൻഹറന്റ് ബോധ്യമാണ് ശരിക്കും. അപ്പൊ അങ്ങനെ ഈ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ പോലും അങ്ങനത്തെ ഒരു ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും കൂടെ ധ്വനിപ്പിച്ചുകൊണ്ടാണ് ആ വാക്കെടുക്കുന്നത്. ഇനി അതിന്റെ ലിറ്ററൽ മീനിങ്ങുകൾ, ഈ വേർഡിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഞാൻ ഈ വരുന്ന ക്ലാസ്സുകളിലൂടെയൊക്കെ കൂടുതൽ പറയും. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യമൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാനും കൂടെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകാതെ അങ്ങ് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, അച്ഛൻ പറഞ്ഞിരുന്നു ലോകത്തിലെ പ്രാകൃത കാലം മുതലേ ദൈവത്തെ തേടിയുള്ള യാത്രയില് അവൻ പല പ്രകൃതിയെയും പ്രകൃതി ശക്തികളെയും ആരാധിച്ചിരുന്നു. അത് ഇന്നും തുടരുന്നുണ്ടല്ലോ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ മുഖ്യമായും ഇന്ത്യ മഹാരാജ്യം എന്ന് തന്നെ പറയാം. കാരണം പ്രത്യേകിച്ച് ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന, നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എനിക്കറിയാം. ഓരോ സ്ഥലങ്ങളും, അത് കേരളത്തിൽ പോലും ഉണ്ട്, ഓരോ സ്ഥലങ്ങളിലും പ്രാദേശികമായ കിലോമീറ്റർ കണക്കിന് ദൈവങ്ങളും ദൈവരൂപങ്ങളും ഉണ്ട് ഓരോ കിലോമീറ്ററിനും എന്ന രീതിയിൽ. അപ്പോ ആ ഒരു സാഹചര്യത്തില് പക്ഷെ അച്ഛൻ പറഞ്ഞത് അവന്റെ ആത്യന്തികമായ അന്വേഷണം, ദൈവത്തെ തേടിയുള്ള അന്വേഷണം. പക്ഷെ അവൻ അത് കണ്ടെത്തുന്നതിൽ എനിക്കൊരു സംശയം തോന്നുകയാണെന്ന് വെച്ചാൽ, എന്നോട് ക്ഷമിക്കണം, അവിടെയൊക്കെ ഒരു ദൈവാവിഷ്കാരമുണ്ട്, ആത്മാവിഷ്കാരമുണ്ട് എന്ന് അച്ഛൻ സൂചിപ്പിച്ചു. ദൈവത്തിന് അവന്റെ തേടലില് അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല എന്ന് അച്ഛൻ സൂചിപ്പിച്ചു. ഒരു ദൈവാവിഷ്കാരമുണ്ട് എന്ന്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന അച്ഛനോട് ഞാൻ തുറന്ന് പറയുകയാണ്, ദൈവം തന്നെ വെളിപ്പെടുത്തിയ ആദത്തിന്റെ കാലം മുതലേ ദൈവാവിഷ്കാരം ഉണ്ടായിരുന്നു. ആദത്തിന്റെ കൂടെ നടന്നവനാണ് ദൈവം. അതിനുശേഷം നമ്മൾ കാണുന്ന ദൈവം കൂടെ നടന്നത്, നേരിട്ട് കണ്ടതും അബ്രാഹത്തിന്റെ കൂടെ മാത്രമാണ്. അബ്രാഹത്തിന്റെ വീട് സന്ദർശിച്ച ദൈവത്തെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ബൈബിൾ ഉടനീളം. എന്റെ വായനയിൽ മനസ്സിലായത്, ദൈവം നേരിട്ട് സന്ദർശിച്ച അബ്രാഹത്തെ മാത്രമേ ഉള്ളൂ. മോശയ്ക്ക് പോലും വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. ഇത്രയും ശക്തനായ പ്രവാചകനായ മോശയ്ക്ക് പോലും വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. അപ്പോൾ അനാദികാലം മുതലേ, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം
മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മനുഷ്യന്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ അതിനുശേഷവും തന്നിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയപ്പോഴെല്ലാം ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് പ്രവാചകന്മാരെ അയച്ചതും. ഓക്കെ, ഇത് ചെറിയൊരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? മനുഷ്യവംശത്തിന് സ്വാഭാവികമായും അവന്റെ ബുദ്ധിയിൽ, അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ദൈവത്തെ കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അവർ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതൊരു തലത്തിലെത്തി നിൽക്കും, അവിടെ ചെന്ന് തട്ടി നിൽക്കും. ഇപ്പൊ ഇങ്ങനെ മേഘത്തിലൊക്കെ ചെന്ന് തട്ടി നിൽക്കും, അവിടം വരെ എത്തുകയുള്ളൂ. അവിടം വരെ എത്താൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചാണ്. അപ്പൊ അവിടം വരെ എത്തുന്നു എന്നുള്ളതൊരു ഒരു കുറ്റമല്ല എന്നാണ് പറഞ്ഞത്. അത് സ്വാഭാവികമായി ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ്. ആ കൃപയെ ഉപയോഗിച്ചാണ് അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പം അവിടെ മാത്രം നിന്നാൽ അതൊരു വലിയ കുറ്റമായി മാറും. ഇനി ഇത് വെളിപാട് എപ്പോഴാണ് പൂർണ്ണമാകുന്നത്? അല്ലെ അതിന്റെ പ്രധാന ഭാഗം എന്താണ്? അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുമ്പോഴാണ്. ആ വെളിപ്പെടുത്തലാണ് ദൈവം അബ്രാഹത്തിന്റെ വിളി മുതൽ ചെയ്യുന്നത്. അബ്രാഹത്തിന്റെ വിളി മുതൽ ദൈവം ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. അപ്പോ പറഞ്ഞു വന്നതിന് ഞാൻ അങ്ങനെ എടുത്തങ്ങ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അങ്ങോട്ട് അന്വേഷിച്ച് ഈ പ്രകൃതിയിലെ ശക്തികളിൽ ദൈവത്തെ കാണുന്ന ആളുകൾ ഇങ്ങോട്ട് സംസാരിക്കുന്ന അബ്രാഹത്തിന്റെ ദൈവത്തിലേക്ക് നോക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ കണ്ടന്റ്. മനസ്സിലായോ? അതാണ് നമ്മൾ പിന്നീട് ഇനിയുള്ള സമയത്തല്ല നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അത് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോഴും നമുക്ക് അതിന്റെ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഈ റെവലേഷന്റെ സ്റ്റേജസ് പലതുണ്ട്. റെവലേഷൻ ഒത്തിരി 6-7 സ്റ്റേജസ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കേൾക്കാൻ പോവാണ്. ഏറ്റവും പ്രൈമോഡിയൽ സ്റ്റേജ് ഏതാണ്, അടുത്ത സ്റ്റേജ് ഏതാണ്, അങ്ങനെ അതിനെ സമ്പൂർണ്ണമാക്കുന്ന മിശിഹായിൽ പൂർത്തീകരിക്കുന്ന വെളിപാട് വരെയുള്ള വെളിപാടിന്റെ വളർച്ചയുടെ, വികസനത്തിന്റെ, ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് നമ്മൾ കാണാനിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇത് കേട്ടുകൊണ്ട് ആശങ്കപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ ഏകരക്ഷകനായ മിശിഹായെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. മിശിഹായിലൂടെ തന്നെയാണ് വെളിപാട് സമ്പൂർണ്ണമാവുകയുള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതൊക്കെ എന്റെ ആമുഖങ്ങളാണ് എന്ന കാര്യം ഒന്ന് മനസ്സിൽ വച്ചേക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ സൂചിപ്പിച്ചിരുന്നല്ലോ, പ്രപഞ്ചത്തിലെ ദൈവിക ഛായ വഴി നമുക്ക് കൂടുതൽ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്നു. ദൈവിക ഛായ വഴി ദൈവത്തെ കൂടുതൽ തിരിച്ചറിയാൻ കഴിയുന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. മനസ്സിലാക്കാൻ കഴിയുമെന്നു അല്ല, ദൈവത്തെ മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ ആരംഭ പടികളിൽ ഈ പ്രകൃതിയും അതിലെ അന്വേഷണവും ഒക്കെ ഉണ്ട് എന്ന് മാത്രമാണ്. അല്ല, അപ്പൊ പ്രപഞ്ചത്തിന്റെ ഛായ എന്നൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ദൈവത്തിന്റെ ഛായ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു പറയാം. അപ്പൊ അതൊരു ഇങ്ങനെ ഒരു കാര്യം 357 CCLC ഉണ്ടല്ലോ, പിന്നെ ദൈവത്തിന്റെ ഛായ വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമുക്ക് അതൊരു ക്ലാരിറ്റി ഒന്ന് കിട്ടാൻ വേണ്ടി ചോദിച്ചു. അതായത് ദൈവത്തിന്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവൻ മനുഷ്യനാണ്. അവൻ ആരാണ്? സൃഷ്ടിയുടെ മകുടമാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള റിയാലിറ്റി അല്ല, സൃഷ്ടിയുടെ ഭാഗമാണ്, സൃഷ്ടിയുടെ പൂർണ്ണതയാണ് മനുഷ്യൻ. അപ്പൊ പൂർണ്ണതയാകുന്ന മനുഷ്യനിൽ ദൈവഛായ അത്രമാത്രം സമൃദ്ധമായിട്ടിരിക്കുകയും അതിന്റെ കീഴ്ഘടകങ്ങളിലേക്ക് ആ ഛായ നിഴൽ പോലെയോ ലളിതമായിട്ടോ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ആ വേരിയേഷനെ പരിഗണിക്കാതെയാണ് ഞാൻ വെറുതെ ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ മുഴുവനും ദൈവത്തിന്റെ ഛായയുണ്ട് എന്ന് പറഞ്ഞത്. അത്ര അർത്ഥമുള്ളൂ. ഇതിനെയൊക്കെ നമ്മൾ പിന്നീട്, ഇതൊരു ആമുഖ ക്ലാസ് ആണല്ലോ, അപ്പൊ ഇതിനകത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമ്മൾ പിന്നീട് കൂടുതൽ വിശദീകരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുമ്പോഴാണ് കൂടുതൽ വ്യക്തത ഉണ്ടാവുന്നത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം അറിയണം. നമ്മൾ ഈ പഠനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്താണ്? പൂർണ്ണമായും തന്നെ വെളിപ്പെടുത്തിയ, മറ്റൊരു രക്ഷകനും മറ്റൊരു സാധ്യതയും ഇല്ലാത്ത മിശിഹായെ എങ്ങനെ നമുക്ക് സംലഭ്യമായിരിക്കുന്നു, ദൈവം എങ്ങനെ നമുക്ക് തന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് നമ്മളെ നയിക്കുന്ന ആദ്യത്തെ കുഞ്ഞു കുഞ്ഞു പടികളിലൂടെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. നമുക്ക് എഴുതി വന്നിരുന്ന ഒരു ചോദ്യമാണ്. വിശുദ്ധ ഗ്രന്ഥം രണ്ട് കാര്യങ്ങളാണല്ലോ ക്രിസ്തുവിന് ശരീരമായി പറയുന്നത്. ഒന്ന് വിശുദ്ധ കുർബാനയും, 2 പരിശുദ്ധ സഭയും. ഈ 2 ശരീരങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? ഇതൊരു വലിയ തിയോളജിക്കൽ വേൾഡ് ആണ്. ഞാനിതൊരു ഇച്ചിരി അങ്ങോട്ടൊക്കെ ഉത്തരം പറഞ്ഞ ഏത് പരുവത്തിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ എക്ലേസിയോളജി ആൻഡ് യൂക്രിസ്റ്റിക് തിയോളജി, വിശുദ്ധ കുർബാനയും സഭയും, ഇത് രണ്ടിനെയും സംബന്ധിക്കുന്ന കീ വേർഡാണ് ഇപ്പൊ പറഞ്ഞത്. എന്നിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രമാത്രം വലിയ ലോകമാണ്. ഞാൻ നല്ല അറിയേണ്ട കുഞ്ഞു കാര്യങ്ങൾ മാത്രം പറയാം.
ഇത് രണ്ടും ബോധപൂർവമോ അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ വിധത്തിലും ആണ് തിരുവചനമാകട്ടെ സഭയാകട്ടെ ഉപയോഗിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് കാര്യങ്ങളെയാണ് ക്രിസ്തുവിന്റെ ശരീരം നമ്മൾ കാണുന്നത്. ഒന്ന് വിശുദ്ധ കുർബാനയാണ്, ഇതിന്റെ ശരീരമാകും. രണ്ടാമത്തത് തിരുസഭയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആണ് ക്രിസ്തുവിന്റെ ശരീരമെന്ന് വിശ്വസിച്ചിരുന്ന ആ സമൂഹത്തിന്റെ തന്നെ നേതാവും അപ്പസ്തോലനും ഒക്കെ ആയിരുന്ന പൗലോസ്ലീഹായുടെ വാക്കുകളിലൂടെ തന്നെ സഭയാണ് ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ആരും അതിനെ അന്ന് കോൺട്രഡിക്റ്റ് ചെയ്യാത്തത്? ആരും എന്തുകൊണ്ടാണ് അത് വിശുദ്ധ കുർബാനയല്ലേ, സഭ എങ്ങനെ ശരീരമാകുമെന്ന് ചോദിക്കാത്തത്? അന്നു മുതൽ ഇത് വിശ്വസിച്ചത്. അതിന്റെ കാരണം വിശുദ്ധ കുർബാനയും സഭയും ഏതാണ്ട് ഒന്ന് തന്നെയാണ് എന്നതാണ് അതിന്റെ കാര്യം. ബെനഡിക്ട് മാർപ്പാപ്പ ഇങ്ങനെ എഴുതും, വെൻ യു റിസീവ് ഹോളി കമ്മ്യൂണിയൻ യു ആർ ബിക്കമിങ് ദ ചേർച്ച് എന്ന്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് നീ സഭയായി മാറുകയാണ് എന്നാണ്. എന്താണ് തിരുസഭ? തിരുസഭ എന്ന് പറയുന്നത് ഈശോയുടെ മഹത്വീകൃത ശരീരമാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട ശേഷം ഉദ്ധാനം ചെയ്യുന്ന മിശിഹായുടെ ശരീരമാണ് തിരുസഭ. ആ ശരീരത്തിലേക്ക് ബാപ്റ്റിസം വഴി ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന അംഗങ്ങളാണ് നമ്മൾ. ഈശോ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ അതിന്റെ ശാഖകളാണ്. മുന്തിരിച്ചെടി ഞാൻ തന്നെയാണ്. അഥവാ ആ ശരീരം ഏതാണ്? അത് ആ തണ്ടാണ്, തായ്തണ്ടാണ്. അതിനോട് ഒട്ടിച്ചേർത്തിരുന്ന ശാഖകളും എന്ത് സംഭവിക്കും? ആ ശാഖകളും ഈ തായ്തണ്ടിന്റെ ഭാഗമാകും. അവയും ഈ ചെടിയായി തന്നെ മാറും. അങ്ങനെ ഞാനാണ് ആ ശരീരം, അതിനോട് ഒട്ടിച്ചേർക്കുന്ന അവയവങ്ങൾ ഓരോന്നും എൻ്റെ ശരീരമായി മാറും. അങ്ങനെ ഒട്ടിച്ചേർത്തിരിക്കുന്ന ഓരോരുത്തരും മിശിഹായുടെ ശരീരം തന്നെയാണ്. അപ്പം ഇനി വിശുദ്ധ കുർബാനയിൽ എന്താണുള്ളത്? വിശുദ്ധ കുർബാന എന്താണ്? ആ സഭാ സമൂഹത്തിന്റെ കൂട്ടായ്മയാണ് വിശുദ്ധ കുർബാന. നമ്മളിതൊരു യൂക്രിസ്റ്റി തിയോളജിയൊക്കെ നമ്മൾ നേരത്തെ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഹോളി കമ്മ്യൂണിയൻ എന്നാണ് നമ്മൾ വിശുദ്ധ കുർബാന വിളിക്കുന്നത്. അത് വിശുദ്ധ അപ്പം എന്നല്ല വിളിക്കുന്നത്, ഹോളി കമ്മ്യൂണിയൻ ആണ്. ആ പരിശുദ്ധ കൂട്ടായ്മയാണ് അത് ക്രിസ്തു ശരീരത്തിലുള്ള അവയവങ്ങളുടെ കൂട്ടായ്മയാണ്. പരിശുദ്ധ സംസർഗം എന്നാണ് വിശുദ്ധ കുർബാനയുടെ ശരിയായ മലയാള പദം. പരിശുദ്ധ സംസർഗം. നമ്മൾ പലപ്പോഴും കുർബാന സ്വീകരിക്കാം, കുർബാന അപ്പം എന്നൊക്കെ പോലും ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടത്. അങ്ങനെ പറഞ്ഞേക്കാൾ കുറച്ചുകൂടി ഉചിതം പരിശുദ്ധ സംസർഗം സ്വീകരിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉദ്ധിത ശരീരത്തോടുള്ള എൻ്റെ സംസർഗത്തെ പരിപോഷിപ്പിക്കലാണ് വിശുദ്ധ കുർബാന. അപ്പൊ അതുകൊണ്ട് സഭയാകുന്ന ശരീരത്തിന്റെ രണ്ടു വശമൊന്നും പറയാൻ പറ്റില്ല, അതിന് രണ്ട് സൈഡിൽ നിന്ന് നോക്കുന്നതെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. വിശുദ്ധ കുർബാനയും തിരുസഭാ ഗാത്രവും രണ്ടും ഒന്ന് തന്നെയാണ്. അഥവാ തിരിച്ചു പറഞ്ഞാൽ മഹത്വീകൃതമായിരിക്കുന്ന ശരീരം തന്നെയാണ് പരിശുദ്ധ സഭ. ആ മഹത്വീകൃത ശരീരം തന്നെയാണ് പരിശുദ്ധ കുർബാനയിലുള്ളത്. പരിശുദ്ധ കുർബാന പങ്കുവെച്ചു കൊടുത്താണ് സഭയുണ്ടാകുന്നത്. ഈശോ തന്റെ തന്നെ ശരീരത്തെ എടുത്ത് വിഭജിച്ചു കൊടുക്കും. എന്തിനാ ഓരോന്നും കൊടുക്കാതെ? വിഭജിച്ചു കൊടുക്കുന്നു. അങ്ങനെ വിഭജിച്ചു കൊടുത്ത് സ്വീകരിക്കുന്ന ഓരോരുത്തരും അവരുടെ ശരീരങ്ങൾ ഈ വിഭജിച്ച് സ്വീകരിച്ച ശരീരത്തോട് കലരുകയും അങ്ങനെ അവർ ക്രിസ്തു ഗാത്രത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ചാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് ആണ്. അങ്ങനെ ഒരു ശരീരത്തിനകത്തേക്ക് കലരുകയും ആ ശരീരം ഇവരിലേക്ക് കലരുകയും ചെയ്തുണ്ടാകുന്നതാണ് തിരുസഭ. വിശുദ്ധ കുർബാന തന്നെയാണ് സത്യത്തിൽ അത്. അതുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ ഇങ്ങനെ രേഖപ്പെടുത്തിയത്. പിൽഗ്രിം ഫെലോഷിപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന ഗ്രന്ഥത്തിൽ 103-ാമത്തെ പേജിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ അത് വായിക്കാം. അതിങ്ങനെയാണ്, The church is built up in the Eucharist. Indeed, the church is the Eucharist. Is എന്ന് എഴുതിയിട്ട് അത് ഇറ്റാലിക്സ് ചെയ്തേക്കാണ്. Church is the Eucharist. സഭയാണ് വിശുദ്ധ കുർബാന. To receive communion means becoming the church. വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ becoming the church ആണ്, സഭയായി തീരലാണ്. Because it means becoming one body with him. Of course, this being one body has to be thought of along with the lines of husband and wife being one എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് കുറച്ച് അതിന്റെ ന്യൂപ്ഷ്യൽ റിലേഷൻഷിപ്പിന്റെ സാധർമ്മ്യത്തെക്കുറിച്ചൊക്കെ തുറന്നങ്ങ് വായിച്ചു പോകും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പുസ്തകവും വായിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്, പിൽഗ്രിം ഫെലോഷിപ്പ് ഓഫ് ദ ചേർച്ച്. അപ്പൊ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്, ഇത് രണ്ടും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അതിനെ പിടിച്ച് കഷ്ടപ്പെട്ട് കോംപ്ലക്സ് ആക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെൻ യു റിസീവ് കമ്മ്യൂണിയൻ യു ആർ ബിക്കമിങ് ദ ചേർച്ച്. വെൻ യു ആർ പാർട്ട് ഓഫ് ദ ചേർച്ച് യു ഹാവ് ദ റൈറ്റ് ടു റിസീവ് കമ്മ്യൂണിയൻ. അല്ലെങ്കിൽ അതുവഴി നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഭാഗമായി മാറുന്നുണ്ട്. ഒരപ്പമാണ് സഭയെ സൃഷ്ടിക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞാൽ ഒത്തിരി മേഖലകളിലൂടെ വിശദീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. തൽക്കാലം നമുക്ക് അടുത്ത ചോദ്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ ഇതിലോട്ട്. ഗുഡ് ഈവനിങ് ഫാദർ. ഈശ്വമിശിഹായ്ക്ക് സ്തുതി. ഞാൻ ഖത്തറിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെ എന്താ പറയാ, ഒരു വളരെ വലിയൊരു
എന്താ ഒത്തിരി ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അത് ഈ ക്ലാസ് എന്തൊരു മനോഹരമായ ക്ലാസ്. ഇത് എനിക്ക് മിസ്സാകുമായിരുന്നു ശരിക്കും. അവിചാരിതമായിട്ടാണ് ഈ ആദ്യത്തെ ക്ലാസ്സിൽ കയറുന്നത്. പ്രത്യേകിച്ച് ഈ മകൻ ഞാൻ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ്, ദൈവത്തിന്റെ മകനിലേക്കുള്ള ആ ഒരു വിരൽ ചൂണ്ടല് എന്നെ ഒത്തിരി അത് മനസ്സിലായി എന്നുള്ളതിനേക്കാളും ശരിക്കും ഞാൻ കോരിത്തിരിക്കുമായിരുന്നു. കാരണം എന്റെ ഒരവസ്ഥ തന്നെ വ്യത്യാസം വരുന്ന ഒരു വിധത്തിൽ എന്റെ ഹൃദയം സ്പർശിച്ചു. ഞാൻ ചോദിക്കാനുള്ള ഒരു ചെറിയ ചോദ്യമാണ്. ജസ്റ്റ് അപ്രീഷിയേറ്റഡ് വാട്ട് ഐ റിയലി ഫെൽറ്റ്. പക്ഷെ ചോദ്യം ഇതാണ്, അച്ഛൻ 2 വിധത്തിൽ ഉരുത്തിരിഞ്ഞ മതം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഒന്ന് നാച്ചുറലി വന്നത്. അപ്പൊ നാച്ചുറലി വന്ന വിവാഹം ഹൈന്ദവ മതം എന്തായാലും അത് അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റു മതങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അത് ഒരുപക്ഷെ അച്ഛൻ അടുത്ത ക്ലാസ്സുകളിൽ പറയുമായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഇത് പറഞ്ഞത് എനിക്ക് അത്ര അങ്ങ് മനസ്സിലായില്ല. അപ്പൊ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മതം ഉണ്ടോ? അത് രണ്ടും തന്നെയുള്ളൂ. ഒരു ഉദാഹരണത്തിന് ക്രൈസ്തവ മതം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും പെടാത്തതാണോ, അതോ അതിലേതെങ്കിലും ഇനി അടുത്തത് പറയാൻ പോകുന്നതാണോ എന്നുള്ള ഇനി അച്ഛൻ ക്ലാസ്സിൽ പറയുമായിരിക്കും. പക്ഷെ ഈ സംശയം ആയതുകൊണ്ട് ചോദിച്ചു. സോറി, ഞാനത് പറഞ്ഞ എന്റെ ക്ലാരിറ്റിയുടെ കുറവാണ്. അതായത് 2 കാറ്റഗറി എന്നാ പറഞ്ഞത്. നാച്ചുറൽ റിലീജിയൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ദൈവാന്വേഷണത്തിൽ നിന്നുണ്ടായ മതങ്ങൾ. ഒറ്റ വാക്കി പറഞ്ഞ മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തിയ ദൈവങ്ങളും ദൈവസങ്കല്പങ്ങളും അവയെ കൂട്ടിച്ചേർത്തും ഒക്കെ ആയിട്ട് അവൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞും അവൻ ധ്യാനിച്ചും അവൻ അനുഭവിച്ചും ഒക്കെ അവയെ കൂട്ടിച്ചേർത്തും അവയെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കി ഉപകഥകൾ ഉണ്ടാക്കിയും വർഷിപ്പിന്റെ രീതികൾ ഉണ്ടാക്കിയൊക്കെ വളർന്നു വന്ന മതങ്ങൾ. രണ്ടാമത്തെ കാറ്റഗറി ദൈവം വെളിപ്പെടുത്തിയ മതങ്ങൾ, ദൈവം വെളിപ്പെടുത്തിയത്. അപ്പോ അതാണ് റിവീൽഡ്. ക്രിസ്ത്യാനിറ്റി ഈസ് എ റിവീൽഡ് റിലീജിയൻ. സെക്കുലർ ടേംസിലാണ് പറയുന്നത്. അതായത് നമ്മൾ പറയണതല്ല പറയുന്നത്. റിലീജിയൻ എന്നുള്ള പദം തന്നെ നമ്മൾ ഉപയോഗിക്കരുത്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. അതിന് നമുക്ക് വേറെ വാക്കില്ലാത്തതുകൊണ്ടാണ് എനിക്കത് പറയേണ്ടി വരുന്നത്. ദൈവം വെളിപ്പെടുത്തിയ ജീവിതം. ദൈവം വെളിപ്പെടുത്തിയ എങ്ങനെയാണ്? അവിടുന്ന് ഭൂമിയിലേക്ക് വരികയും അവിടുത്തെ ശരീരത്തിൽ നമ്മളെ ഉൾച്ചേർക്കുകയും ചെയ്ത് നമ്മളെ അവിടുത്തെ ശരീരത്തിൽ ചേർത്ത് സ്വർഗത്തിൽ പൂർത്തിയാക്കാനിരിക്കുന്ന ആ സംഭവത്തിനെയാണ് ദ അതർ സൈഡ്. ഈ നാച്ചുറൽ റിലീജിയൻ അല്ലാത്ത അതർ സൈഡ്. ഇനി ചില മതങ്ങളെയൊക്കെ സോഷ്യോളജിസ്റ്റുകളൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തും. അതായത് മനുഷ്യ അന്വേഷിച്ചല്ല, ചില വെളിപാട് സ്വീകരിച്ചതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയുന്ന ആരെയും ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവില് അവർക്കും വെളിപാട് മതമാണെന്ന് അവർ ക്ലെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്നിരിക്കും. നമ്മുടെ വിഷയം അവരെ കുറിച്ച് പറയലല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഒരു പേഴ്സണലായിട്ട് പറയുമ്പോൾ കുറച്ചൊക്കെ കൃത്യമായിട്ട് പറയാം. പക്ഷെ നമുക്കറിയാലോ, അതായത് നേച്ചർ ഒന്നുമല്ല, എനിക്കിങ്ങനെ വെളിപ്പെടുത്തി. അപ്പൊ ഒരാൾ പറയാണ് എനിക്കിതൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തി കിട്ടി, അപ്പൊ എല്ലാവരും അതിൽ വിശ്വസിക്കുന്നു. അപ്പൊ അതിനെ വേണമെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് അതും റിവീൽഡ് അല്ലേ എന്ന് വേണേ പറയാം. റിവീൽഡിന്റെ സോഴ്സിനും കാറ്റഗറിക്കും ഒക്കെ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തിയത് അതാണ് നമ്മുടെ യൂണീക്നെസ്. ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത നമ്മൾ ആരും കണ്ടുപിടിച്ചതല്ല. നമ്മളെല്ലാം കൂടെ വട്ടം കൂടി ഇരുന്നിട്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കിയതല്ല. നമ്മൾ പ്രകൃതിയിലൊക്കെ നോക്കിയപ്പോൾ കണ്ടുപിടിച്ച ദൈവം അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയതല്ല. നമ്മൾ ഉണ്ടാക്കിയ ഒരു തത്വസംഹിതകളല്ല. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് സ്വയം വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ട് രണ്ടും 2 ലോകമാണ്. ലോകത്തിലെ മറ്റെല്ലാ മത രീതികളും നമ്മളും രണ്ടും 2 ലോകമാണ്. കമ്പയറബിൾ പോലുമല്ല. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു, അവരെ നമ്മൾ അങ്ങനെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ആക്കുകയല്ല വേണ്ടത്. അതുകൊണ്ടാണ് വത്തിക്കാൻ കൗൺസിൽ മറ്റു മതങ്ങളിലൊക്കെ സത്യത്തിന്റെ രശ്മികളുണ്ട് എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരെയും ദൈവം വിളിക്കുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടിന്റെ അപ്പുറത്തേക്കുള്ള ദൈവത്തിന്റെ വെളിപ്പെടുത്തലിലേക്ക് നോക്കിയാൽ സത്യദൈവത്തിലേക്ക് എത്താൻ പറ്റും എന്നതാണ് നമ്മൾ അവരോട്. അതിനെയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ പറയും. ഹലോ അച്ഛാ, ഒത്തിരി നന്ദി. എന്റെ സംശയം യഥാർത്ഥത്തില് ഇവര് നമ്മുടെ ഏത്തീസ്റ്റുകളും അതുപോലെ ചോദിക്കുന്നതും അതുപോലെ നമ്മുടെ വിശ്വാസികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഈ ജീൻ സീക്വൻസിങ് ഒക്കെ വന്നതോടെ കുറെ പണ്ടൊക്കെ സ്പെക്കുലേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പം കറക്റ്റായിട്ട് തന്നെ മനുഷ്യന്റെ ഉൽപ്പത്തിയെ പറ്റിയൊക്കെ ഏകദേശം കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ 50,000 വർഷങ്ങൾക്കോളമായി ഹോമോസാപ്പിയൻസ് ഉണ്ടായിട്ട്, അല്ലെങ്കിൽ 3 ലക്ഷമായി മനുഷ്യവർഗം ഉണ്ടായിട്ട്, അത് ഹോമോസാപ്പിയൻസിൽ തന്നെ 2-3 ഡിവിഷൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇപ്പൊ ഏകദേശം പൂർണ്ണമായിട്ടും മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് കോടിക്കണക്കിന് വർഷമായി ഭൂമി ഉണ്ടായിട്ട്. അപ്പം അതിനകത്തെ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പം ലോകം ഉണ്ടായിട്ട് 1 മാസമായെങ്കിൽ നമ്മൾക്ക് 28-ാം തീയതി മുതലുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ. 1 മാസമായെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, അതായത് ദൈവാവിഷ്കരണത്തെ പറ്റി പറയുമ്പോൾ തന്നെ അബ്രഹാസിന്റെ വിളിയോടെയാണല്ലോ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ. അപ്പം ഏത്തീസ്റ്റുകൾ പറയുന്നത് കോഗ്നിറ്റീവ് എബിലിറ്റി വരുന്ന കാലത്താണ് മനുഷ്യന് ഒരു ദൈവത്തെ ആവശ്യമായി വന്നതും എന്നുള്ള ഇതാണ്.
അപ്പൊ അതിന് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ട്, ഈ അച്ഛൻ പറഞ്ഞ പ്രിമിറ്റീവ് ഗ്രൂപ്പുകളൊക്കെ അവർ ദൈവത്തെ അന്വേഷിച്ചിരുന്നു. അപ്പം ഹോളിനെസ് ഒരു ദൈവത്തെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു പ്രീ റിക്വസിറ്റ് ആണല്ലോ. അപ്പൊ അന്നത്തെ ഗ്രൂപ്പുകളിലൊന്നും മൊറാലിറ്റി ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളേ ഇല്ല. ഇപ്പം ഇപ്പോഴുള്ള ഇതിൽ തന്നെ നമ്മൾ ക്രിസ്ത്യൻസ് വളരെ ചെറിയൊരു പെർസെന്റേജേ ഉള്ളൂ. അപ്പൊ രക്ഷ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ച് മരിച്ചു. ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ കുറച്ച് വിശദമായി സംസാരിക്കും. ഇതിപ്പോ ഒരൊറ്റ വാക്കി പറഞ്ഞാൽ അത് ശരിയാവത്തുമില്ല. അതായത് അതിന്റെ കണ്ടന്റ് പറയാം. അതായത് ഒന്ന്, സൃഷ്ടി എന്ന് പറയുന്ന ഇപ്പൊ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഇതിന്റെ ആൻസർ പോകേണ്ട ഏരിയയെ കുറിച്ച് മാത്രം ഞാൻ പറയാം. പിന്നീട് നമ്മൾ ഒരുമിച്ച് ഉണ്ടാവുമല്ലോ. അതായത് സൃഷ്ടിയെ കുറിച്ച് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പരാമർശങ്ങൾ, ഉൽപ്പത്തിയുടെ പരാമർശങ്ങളെ കുറിച്ച്, ഉൽപ്പത്തിയുടെ ആദ്യത്തെ 18 അബ്രാഹത്തിന്റെ വിളി വരെയുള്ള 12 അധ്യായങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. എന്താണ് ഈ 7 ദിവസം 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തീകരിച്ചു, ആ പ്രോസസ്സ് എന്താ സൂചിപ്പിക്കുന്നത് എന്ന് തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോഴാണ് മനുഷ്യവംശത്തിന്റെ സൃഷ്ടി ഈ മണ്ണ് കുഴച്ചത് മാത്രമാണോ, അങ്ങനെയാണോ കാണാവുന്നത്, അങ്ങനെ അല്ലാതെ വേറെ കാണാൻ മാർഗങ്ങളുണ്ടോ, എന്താണ് അതിനെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥത്തിന് എന്താണ് പറയാനുള്ളത് തുടങ്ങുന്ന വിഷയങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഇനി അതുപോലെ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ സൃഷ്ടി വിവരണവും ഈ പറഞ്ഞ സയൻസിന്റെ കാഴ്ചപ്പാടിൽ എവല്യൂഷൻ തിയറി ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ, അവയെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു വൻ ലോകം അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പതുക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. മനുഷ്യവംശം എങ്ങനെയാണ് വികസിച്ചത്, ദൈവത്തിന്റെ സൃഷ്ടി ഒരു യൂണിജെനസിസ് ആയിരുന്നോ, പ്ലൂരിജെനസിസ് ആണോ, മനുഷ്യവംശത്തെ ഒരുമിച്ച് വരുത്തിയാണോ, അതിന് എവല്യൂഷനിലൂടെയാണോ, ഈ മണ്ണ് കുഴച്ചെടുക്കൽ എന്ന് പറയുന്ന പ്രോസസ്സ് സത്യത്തിൽ എന്താണ്, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ ഒരു വഴിക്കുണ്ട്. ഇനി രണ്ടാമത് ബൈബിളിന്റെ പർപ്പസ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്കിനി പറയാനുണ്ട്. അതൊക്കെ സയൻസ് പറഞ്ഞാൽ മതി. ബൈബിൾ അത് എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയാനുള്ളതാണോ, എന്തിനു സൃഷ്ടിച്ചു എന്ന് പറയാനുള്ളതാണോ തുടങ്ങുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാനുണ്ട്. അത് ഞാൻ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞാൽ അത് ഒരു 2-3 ക്ലാസ്സുകൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് തൽക്കാലം നമുക്ക് നീക്കി വെക്കാം. ഇത് ഞാൻ മറക്കില്ല. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അവസാനത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. എൻ്റെ പേര് ജസ്റ്റിൻ ആണ്. ഓക്കെ അച്ഛാ, ഞാന് ശുശ്രൂഷനും കൂടിയാണ്. അപ്പൊ എന്റെ സ്വാഭാവികമായിട്ടുള്ള ഇത്രയും കാലം എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സംശയത്തിന്റെ ഒരു ഹിന്റ് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നു. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റിയും കൂടെ ഞാൻ ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു വചന വ്യാഖ്യാനത്തെ കുറിച്ച് പറഞ്ഞു. അപ്പം അതിനകത്ത് എനിക്കുണ്ടായ ഒരു സംശയമാണ്, നമ്മൾ കത്തോലിക്ക സഭയില് നമ്മള് പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ സുവിശേഷം വ്യാഖ്യാനിക്കുന്നതായിട്ട് എനിക്ക് പല വ്യാഖ്യാനങ്ങളും തോന്നിയിട്ടുണ്ട്. അത് തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കത്തോലിക്ക സഭയുടെ ഒരു ഒഫീഷ്യൽ സ്റ്റൈൽ ഇതല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്കൊരു സംശയമുള്ളത് ഇതാണ് അച്ഛാ, കത്തോലിക്കരായ നമ്മൾ സുവിശേഷം വ്യാഖ്യാനിക്കുമ്പോൾ ഈ വാക്യം എടുത്ത് നമ്മളിങ്ങനെ എല്ലാം വാക്യം കാണിച്ചാണല്ലോ നമ്മൾ പോകുന്നത്. ഇതല്ലാതെ സഭയുടെ നിലപാടില്, സഭയുടെ പാരമ്പര്യത്തില് നിന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ വിശദീകരിക്കുമ്പം ഈ ഒരുപാട് ബൈബിൾ റെഫറൻസിനേക്കാൾ കൂടുതൽ സഭയോടുള്ള കൾച്ചർ നമ്മുടെ ആ തത്വയോടെ ചേർത്ത് സംസാരിക്കണം എന്നാണോ അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് എനിക്ക് രണ്ടാമതൊരു കാര്യമുണ്ട്. സാധാരണ കരിസ്മാറ്റിക്കൽ ശുശ്രൂഷകര് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ കൂടുതലും സഭാ ഒഫീഷ്യൽ ടീച്ചിങ്സ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ശുശ്രൂഷകരോട് ചെന്ന് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ CCC ഉപയോഗിക്കണം, കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചും സെക്കൻഡ് വത്തിക്കാനും ഒന്ന് വായിക്കണം എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചോളും, അത് ബൈബിളിന്റെ ഉറപ്പാണ് എന്ന് പറയും. അപ്പം അതിനോടും അച്ഛനല്ല അച്ഛൻ പറയാനുള്ളത്. ഇത് നമ്മൾ വളരെ വിശദമായി സംസാരിക്കാനിരിക്കുകയാണ്. അതായത് സ്ക്രിപ്ചർ എന്താണ്, ട്രഡീഷൻ എന്താണ്, വചനങ്ങൾ വാക്കുകൾ മാത്രമാണോ, ഇങ്ങനെ തുടങ്ങുന്ന വലിയ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഫുൾ കോഴ്സിന്റെ ഒരു ഉദ്ദേശം. നമ്മളതിനെക്കുറിച്ച് പറയാം. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതാണ് അതിന്റെ ശരിയായ വശം. അതായത് ബൈബിളിന്റെ ഒരു വാചകം എടുക്കുന്നു, അതിനെ ഒരാൾക്ക് മനസ്സിലായതുപോലെ അല്ലെങ്കിൽ ആത്മാവ് വെളിപ്പെടുത്തിയെന്ന് അയാൾക്ക് തോന്നുന്നത് പോലെ പറയുക എന്നുള്ളതല്ല. വചനം നമ്മളതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, കൗൺസില് വചന വ്യാഖ്യാനത്തിന്റെ തത്വങ്ങളാണ് അവതരിപ്പിക്കും. ഓരോ തത്വവും പറയുമ്പം ഞാൻ അതിനെ അതായിട്ട് വലുതായി വിശദീകരിക്കും. അപ്പൊ നമുക്കത് ക്ലാരിറ്റി വരും. എന്റെ ഏറ്റവും അവസാന സമയങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്ക് വീണ്ടും എനിക്ക് പറയാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ പറഞ്ഞില്ല, ഒരു ബുദ്ധിമുട്ടുണ്ട് എവിടെ തുടങ്ങും എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ അതൊക്കെ ശരിയായി വരും. അച്ഛാ, ഈ സംശയം സ്വീകരിക്കട്ടെ. ഞാൻ UAE നിന്നാണ് വിളിക്കുന്നത്.
അച്ഛൻ എനിക്ക് കുറച്ചധികം ഡൗട്ട്സ് ഉണ്ട്, പക്ഷെ അച്ഛന് സമയമില്ലാത്തതുകൊണ്ടും അച്ഛൻ അത് ഓർമ്മയിൽ വെച്ച് എനിക്കത് ആൻസർ ചെയ്താലും മതി കുറച്ച് കഴിഞ്ഞതിന് ശേഷം. ഈ യേശു മിശിഹായെ അയച്ച് ദൈവം വെളിപാട് വ്യക്തമാക്കി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ അച്ഛന്മാർക്കും മറ്റ് ആത്മാർക്കും ചില വെളിപാടുകൾ ഉണ്ടാവാറുണ്ടല്ലോ. അതും മനുഷ്യനായ ക്രിസ്തുവിന്റെ വെളിപാട് തന്നെയാണ്. അതിനെ വെളിപാടെന്ന് വിളിക്കാൻ പറ്റുമോ? അതൊന്ന് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ദൈവം ക്രിസ്ത്യാനികളെയും മറ്റു മതസ്ഥരെയും സൃഷ്ടിച്ചു? യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ രക്ഷ പ്രാപിക്കില്ല, അല്ലെങ്കിൽ രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മറ്റു മനുഷ്യര് മരണപ്പെട്ട് അവരും സ്വർഗം പ്രാപിക്കുമോ എന്നൊരു ചോദ്യം. ഓക്കെ, ഈ രണ്ട് ചോദ്യം ഞാൻ പെട്ടെന്ന് പറയാം. ഒന്നാമത്തേത്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന വെളിപാടുകൾ, ഇപ്പൊ ഫൗസ്റ്റീനായ്ക്ക് ഉണ്ടാകുന്ന വെളിപാട്, അങ്ങനെ തുടങ്ങുന്ന കുറെ കാര്യങ്ങൾ, അവയെ വിളിക്കുന്നത് പ്രൈവറ്റ് റെവലേഷൻസ് എന്നാണ്. നമ്മൾ പിന്നീട് പറയേണ്ട വിഷയമാണത്, ഞാൻ വിശദീകരിച്ചോളും പിന്നീട്. നമ്മൾ ചില ക്ലാസ്സുകളിൽ പ്രൈവറ്റ് റെവലേഷൻ ആൻഡ് പബ്ലിക് റെവലേഷനെ കുറിച്ച് പറയാൻ പോകുന്നത്. പബ്ലിക് റെവലേഷൻ എന്ന് പറയുന്നത് മിശിഹായിലൂടെ പൂർത്തിയായ ഔദ്യോഗികമായ വെളിപാടാണ്. അപ്പൊ അതൊരു വലിയ വിഷയമാണ്. ഇത് ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാനിരിക്കുന്ന 1-2 ക്ലാസ്സുകളിലൂടെ സംസാരിക്കാൻ പോകുന്ന വിഷയമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാൻ കൂടി. അപ്പൊ ഇത് ഓരോരുത്തർ, ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടാകുന്ന ഒരു സ്വകാര്യ വെളിപാടുകൾ എന്ന് വിളിക്കും. അവ എന്തോരം വാലിഡ് ആണ്, അവ അംഗീകരിക്കാമോ അംഗീകരിക്കാതിരിക്കാമോ, വിശ്വസിക്കാൻ കടമയുണ്ട്. ഇപ്പൊ ഫാത്തിമയിലെ വെളിപ്പെടുത്തൽ നമുക്ക് അംഗീകരിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക് പ്രൈവറ്റ് റെവലേഷൻസിനെ കുറിച്ച് വരും എപ്പിസോഡുകളിൽ സംസാരിക്കും. അപ്പൊ അന്നേരം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് മറ്റൊന്ന്, ഈ രക്ഷ ഈശോയിൽ മാത്രമാണ്. അത് ഞാനിപ്പോ പറയാം. അതിനെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനം ഇങ്ങനെയാണ്: മിശിഹായാണ് ഏകരക്ഷകനെന്നും സഭയാണ് ഏകരക്ഷാ മാർഗമെന്നും അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും സഭയെ ആശ്ലേഷിക്കാനും മിശിഹായെ സ്വീകരിക്കാനും തയ്യാറാവാത്തവർ രക്ഷ പ്രാപിക്കുകയില്ല എന്ന നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് സഭ ഔദ്യോഗികമായിട്ട് കൊടുക്കുന്നത്. എന്ന് പറയുന്നത് ഓരോ വാക്ക് ശ്രദ്ധിക്കണം. ക്രിസ്തുവാണ് ഏകരക്ഷകനെന്നും, ഈശോ അല്ലാണ്ട് വേറെ രക്ഷ ആരുമില്ലെന്നും, സഭയാണ് ഏകരക്ഷാ മാർഗമെന്നും, സഭയിലൂടെ അല്ലാതെ രക്ഷയില്ലെന്നും അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും. അറിയാത്ത ആളുകളോ, ഇപ്പൊ ഉദാഹരണത്തിന് ആഫ്രിക്കയിലെ ഒരു കുഞ്ഞു ഗോത്രം, അവരറിഞ്ഞിട്ടില്ല. അപ്പൊ അവരറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് അതിനകത്ത് കുറ്റമില്ലല്ലോ. അവരുടേതല്ലാത്ത കുറ്റത്തിന് ദൈവം അവരെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് ബാധകമാവില്ല. ഇനി അപ്പൊ ആർക്കായിരിക്കും കുറ്റം? അറിഞ്ഞിട്ട് അവരെ അറിയിക്കാത്ത നമ്മുടേതായിരിക്കും കുറ്റം. ഇനി ബോധ്യപ്പെടുക, നമ്മൾ ഇതാ ഈശോ കേട്ടോ, വേണമെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയുകയല്ല, അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അത് നമ്മുടെ ദൗത്യമാണ്. അപ്പൊ ബോധ്യപ്പെടുകയും ചെയ്യണം അവര്. അപ്പൊ അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും ഞാനത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാൾ രക്ഷപ്പെടാവില്ല എന്നാണ് സഭയുടെ പ്രബോധനം. ഇനി അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്തു ഓർത്ത് ഒരാൾ അറിഞ്ഞുമില്ല, എനിക്ക് ബോധ്യപ്പെട്ടുമില്ല എന്ന് പറഞ്ഞ ആൾ പറയുകയാണ്, അപ്പൊ അയാൾ രക്ഷപ്പെടുവോ, സ്വർഗത്തിൽ പോകുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം എന്താണ്? അതുകൊണ്ട് മാത്രമായില്ല, ഈ അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യാത്ത ആളുകൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 1, സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് അയാൾ ജീവിച്ചിട്ടുണ്ടാകണം. 2, നാളിതുവരെ അയാൾക്ക് കിട്ടിയിട്ടുള്ള ധാർമ്മിക ബോധങ്ങൾക്കനുസരിച്ച് അയാൾ ജീവിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. ഒന്നാമത്തേതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വതന്ത്ര ഹൃദയത്തോടെ നിരന്തരം ദൈവത്തെ തേടിക്കൊണ്ടിരുന്നിട്ടുള്ള ഒരാളായിരിക്കണം. അങ്ങനെ തേടിക്കൊണ്ടിരുന്നാൽ സഭ ധൈര്യമായിട്ട് പറയും ആൾ ഈശോയിലെത്തും. അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവർ ദൈവത്തെ അറിഞ്ഞില്ലേലും രക്ഷ പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തിരുസഭ മനസ്സിലാക്കുന്നത്. ഇനി ഇത് പറയുമ്പോൾ നമ്മൾ വേറെ ആയാലും ഓർക്കണം. ആദ്യം എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഈ ദൈവം എന്തുകൊണ്ട് ഈ 2 പേരെ അങ്ങോട്ട് 2 കൂട്ടരെ, ഈ ക്രിസ്ത്യാനികളായവരെ അല്ലാത്തവരെ സൃഷ്ടിച്ചു? അങ്ങനെ ചോദ്യമില്ല. കാരണം എന്താണ്? ദൈവം എല്ലാവരും ഒരുപോലെ സൃഷ്ടിച്ചു. സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്തയാണ് മിശിഹ. ലോകം മുഴുവനും വേണ്ടിയാണ്. അവിടുത്തെ കേൾക്കാൻ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സന്നദ്ധരായവരും സ്വാതന്ത്ര്യം ഉപയോഗിച്ച് കേൾക്കാൻ സന്നദ്ധരാകാത്തവരും, അങ്ങനെ ഒരു കാറ്റഗറി ഡിഫറൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടെ അവിടുത്തെ സ്വീകരിക്കാൻ, ആ വെളിപാടിനെ സ്വീകരിക്കാൻ തയ്യാറായവര് നമ്മൾ വിശ്വാസികൾ, അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാവാത്തവർ, അങ്ങനെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ അത് ദൈവം ചെയ്തതല്ല, മനുഷ്യൻ ചെയ്തതാണ്. അപ്പൊ ദൈവം എന്തുകൊണ്ട് അങ്ങനെ എന്നാ പിന്നെ എല്ലാവരെയും ക്രിസ്ത്യാനിയായിട്ട് സൃഷ്ടിച്ചില്ല? നമ്മൾ പഴയ എപ്പിസോഡിലൊക്കെ പറഞ്ഞ ഫ്രീഡത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കണം. ദൈവം ആ സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ നീ കർത്താവിനെ സ്വീകരിച്ചാലും അതിനൊരു വിലയുണ്ടാവില്ല. കാരണം ദൈവം നിശ്ചയിച്ചു വെച്ചേക്കുവാണ്, ദൈവം നിന്നെ പിടിച്ചങ്ങ് ചേർത്തു. ഞാനിപ്പോ എന്ത് ചെയ്തു? എനിക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ നിനക്ക് ഫ്രീഡം ഉണ്ടാകണം. നിന്നെ വിളിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കാൻ നിനക്കും കൂടെ ഫ്രീഡം ഉണ്ടാകണം. അല്ലെ ദൈവം പിടിച്ചുകൊണ്ട് പോകലായി മാറും. ദൈവം തന്റെ ഛായയിലാണ് നമ്മൾ സൃഷ്ടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ കാര്യം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
അച്ഛാ, ഒത്തിരി പ്രതീക്ഷയോടെ ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരുന്നതാണ് ദൈവഗർഭം ക്ലാസ്സുകള്. അതിലിപ്പോ ആദ്യത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം, വളരെ മനോഹരമായിരിക്കുന്നു. ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എനിക്ക് തോന്നുക ഹൃദയം ഇങ്ങനെ സന്തോഷം. ക്രിസ്തു എങ്ങനെയാണ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ അത്രയേറെ ഒരു ഉൾക്കാഴ്ച ഉള്ളിലേക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ എത്രയോ മനോഹരമായിട്ടുള്ള, എത്ര ഡെപ്തുള്ള, എത്ര ഗ്രാവിറ്റി ഉള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായതിൽ ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. അച്ഛന് ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സുകൾക്കായിട്ട് തന്ന ദൈവത്തിനും പരിശുദ്ധാത്മാവിനും പ്രവാചക ശബ്ദത്തിനും ഒക്കെ പ്രത്യേകം നന്ദി പറയുന്നു. അച്ഛൻ ഇത്ര മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. വീണ്ടും വീണ്ടും ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു വചനം ഇതാണ്: അങ്ങയുടെ വചനത്തിന്റെ ചുരുളഴയുമ്പോൾ പ്രകാശം പരക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആ പ്രകാശം പകരുന്ന അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വചനം കേൾക്കുമ്പോൾ, ഈ പ്രത്യേകിച്ച് ഈ ഒന്നാമത്തെ ക്ലാസ് തന്നെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്നതെന്ന് ഒത്തിരി നന്ദിയോടെ പറയുന്നു. അപ്പൊ അക്കൂട്ടത്തില് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. അച്ഛൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനഭാഗങ്ങൾ ദൈവത്തിന്റെ ആവിഷ്കാരമാണ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറഞ്ഞ് ആയി പോകും. ദൈവം സ്വയം ആവിഷ്കരിക്കുന്നതാണെന്ന്. പക്ഷെ നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ ഞങ്ങള് തൊട്ടറിഞ്ഞതും ചെവി കൊണ്ട് കേട്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും ഒക്കെയായ വചനത്തെ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അല്ലേ അത്രയും ഡെപ്തായിട്ട് അപ്പസ്തോലന്മാരാണെങ്കിലും അടുത്തറിഞ്ഞിട്ടുള്ളത്. നമുക്ക് വചനത്തിൽ നമ്മളിങ്ങനെ ഈശോ തന്നെ പറയുന്നത് പോലെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നിട്ടും പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതും ഒരു കുറച്ചുകൂടെ വേഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. പഴയ നിയമത്തില് ദൈവിക അതായത് യാഹ്വേ ആണെങ്കിലും ക്ലിയർ ആയിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. ശരിയാണ്, ഏദൻ തോട്ടത്തിൽ ആ ഒരു സ്നേഹിതനെ പോലെ അവരുടെ കൂടെ ഉലാത്തിക്കൊണ്ടിരുന്നു. ആ ഒരു സമയം കഴിഞ്ഞിട്ട് യാഹ്വേ എന്ന് പറഞ്ഞ പിതാവായ ദൈവം കുറച്ച് അകന്ന് നിന്ന പോലെ, അത്ര ക്ലിയർ ആയിട്ട് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു, അബ്രാഹത്തിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ഉള്ളതല്ലാതെ ഒരു ക്രിസ്തു എങ്ങനെ കൂടെ നടന്ന് അവരുടെ കൂടെ ഭക്ഷിച്ച് അവരുടെ കൂടെ അന്തിയുറങ്ങി, അങ്ങനെയുള്ള ഒരു ആവിഷ്കാരം നമ്മൾ ത്രിത്വിക ദൈവമായിട്ടുള്ള യാഹ്വയെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റി ഒക്കെ പെന്തക്കോസ്തായ്ക്ക് ശേഷം അവരെ നയിച്ചു എന്നുള്ളതല്ലാതെ ഇത്രയേറെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു തൊട്ടറിഞ്ഞു കേട്ടറിഞ്ഞു സൂക്ഷിച്ചു വീക്ഷിച്ചതുമായി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ഒരു കാര്യം കൂടെ അച്ഛാ, അപ്പൊ 3 ദൈവിക വ്യക്തികളായിരിക്കെ സെപ്പറേറ്റ് വില്ലും മെമ്മറി അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ളപ്പോ 3 ദൈവിക വ്യക്തികളായിട്ടുള്ള ഈ ത്രിത്വൈക ദൈവത്തെയും വചനത്തിലൂടെ നമുക്കന്ന് ശരിക്കും അറിയേണ്ടതായിരുന്നില്ലേ? അതൊരു യഥാർത്ഥ ആവിഷ്കാരമായിട്ട് അനുഭവപ്പെടണമെങ്കിൽ എന്നതാണ്. അതായത് മിശിഹായിലുള്ള ദൈവാവിഷ്കരണം എന്ന് പറയാൻ ത്രിത്വത്തിന്റെ ആവിഷ്കരണം തന്നെയാണ്. മിശിഹായിലാണ് നടക്കുന്നതെന്ന് മാത്രം. ത്രിത്വം തന്നെയാണ് പൂർണ്ണമായും വെളിപ്പെടുന്നത്. അതായത് അല്ലാണ്ട് ഈശോയെ മാത്രമല്ല, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയുമാണ് മിശിഹായിൽ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവാവിഷ്കരണം പൂർണ്ണമാകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമാണെന്ന് പറയാൻ കാരണം മിശിഹ മാത്രം, അല്ലെങ്കിൽ ആളുകൾ ചോദിച്ചാൽ അപ്പൊ ഈശോ മാത്രമല്ലേ വെളിപ്പെട്ടുള്ളൂ, പിതാവിനെ കണ്ടില്ലല്ലോ എങ്ങനെ ചെയ്തു? അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞത്, ഫിലിപ്പോസേ എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഈ പറഞ്ഞ ഇത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്ന വിഷയം തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു കടൽ പോലെ കിടക്കുന്നുണ്ട്, പല സ്ഥലത്തുനിന്ന് തുടങ്ങി, എവിടെ തുടങ്ങുന്നത് എനിക്കും അറിയത്തില്ല. നിങ്ങൾ പലരും പറഞ്ഞതുപോലെ നിങ്ങൾക്കിത് ആസ്വാദ്യമായിട്ടെങ്ങാനും തോന്നണമെന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചെവിയിൽ വേറെ എന്തോ കേൾപ്പിക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് ഞാനൊരു വിധത്തിൽ കഷ്ടപ്പെട്ട് പല സ്ഥലത്ത് പറയാൻ ശ്രമിക്കുകയാണ്. ഇത് കുറച്ച് കഴിയുമ്പോഴാണ്, കുറെ ക്ലാസ്സുകൾ കഴിഞ്ഞാലാണ് നമുക്കൊരു അടുക്കിപ്പറക്കം ഉണ്ടാവും. കാരണം അത് ഒത്തിരി സ്റ്റെപ്പുകൾ ഇങ്ങനെ അടുക്കിയിട്ടാണ് നമുക്ക് പണിത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഇറ്റ് ഷുഡ് ടേക്ക് ടൈം. ഇപ്പൊ ഈ റെവലേഷൻ എന്ന് പറയുന്നത് എന്താണെന്നും പഴയ നിയമത്തിലെ റെവലേഷൻ എന്താണ്, അതിന്റെ സ്റ്റേജസ് എന്താണ്, അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് തന്നെ ചോദ്യങ്ങൾ തന്നെ വളരെ ഷാർപ്പ് ആൻഡ് കോൺക്രീറ്റ് ആയി മാറുള്ളൂ. അതെനിക്കറിയാം. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം, ക്ഷമയോടെ നമുക്ക് എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ഞാൻ പറയുന്ന ഏതെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമാകാതെ തോന്നുവാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കാം. അപ്പൊ നമുക്ക് വീണ്ടും ക്ലാരിറ്റി കിട്ടും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ,
ഞങ്ങളുടെ അധരങ്ങളിൽ അങ്ങയുടെ വചനം തേൻ പോലെ മധുരിക്കട്ടെ. പ്രവാചകന്മാരിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി തുടങ്ങി അബ്രാഹത്തെ വിളിച്ച് ആദ്യം തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങിയ അവിടുന്ന് തൻ്റെ ആത്മാവിഷ്കാരത്തിൻ്റെ പരിപൂർണത മിശിഹായിൽ ഞങ്ങൾക്ക് നൽകി എന്നോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, മിശിഹായിലൂടെ ഞങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള വെറും അറിവ് മാത്രമല്ല, ഞങ്ങൾ ആരാണ് എന്ന തിരിച്ചറിവ് കൂടിയാണല്ലോ. ഞങ്ങളെ തന്നെ കൂടുതൽ കണ്ടെത്താൻ അങ്ങയുടെ വചനത്തെക്കുറിച്ചുള്ള പഠനം ഞങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ആത്മാവിൽ അവിടുന്ന് സംസാരിക്കാൻ ഇടവരുത്തണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ക്ലാസ്സുകളെ അവിടുന്ന് നയിക്കണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് ദീപമായിരിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ദൈവവചനത്തെക്കുറിച്ചുള്ള ആഴമുള്ള രഹസ്യങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് തുറന്നു തരണമേ. പരിശുദ്ധ സഭയുടെ പ്രബോധനങ്ങൾ അവ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. പരിശുദ്ധ മാതാവെ, അതിനുവേണ്ടി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മളോടുകൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.